ഹായ്, എല്ലാവർക്കും ടോക്ക് വിത്ത് അഞ്ജലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ ലൈഫിൽ ഞാൻ പോലും അറിയാതെ വന്നു ചേർന്നൊരു ഉഗ്രൻ കളിയരങ്ങാണ് ഞാനിന്നിവിടെ പറയാൻ പോകുന്നത്. എൻ്റെ പേര് മുബീന. TV സീരിയലുകളും സിനിമയും കണ്ട് മാത്രം ടൈം കളഞ്ഞ് നടന്ന് ഞാൻ ഈ ഒരു അവസ്ഥയിലാകാൻ കാരണം എൻ്റെ ഭർത്താവ് തന്നെയാണ്. ഭർത്താവിൻ്റെ എല്ലാ ലാളിലും കിട്ടിയിരുന്ന ഒരു സുന്ദരിയായ ഉത്തമയായ ഭാര്യയായിരുന്നു ഞാൻ. സ്വയം സുന്ദരി എന്ന് പറയുന്നതിൽ ഒന്നും വിചാരിക്കണ്ട കേട്ടോ. കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ടേ എൻ്റെ പിറകെ ആമ്പിള്ളേർ ക്യൂ ആയിരുന്നു. അല്ലറ ചില്ലറ ചുറ്റിക്കളികളൊക്കെ ഉണ്ടെങ്കിലും കോളേജിലെ ചില ആമ്പിള്ളേർക്കല്ലാതെ പുറത്തൊരു കുട്ടിക്ക് പോലും ഒന്നും അറിയില്ല. UPയിൽ പഠിക്കുന്ന കാലം തൊട്ട് തന്നെ എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതിനൊക്കെ എനിക്ക് ഓരോരുത്തരന്മാരെ കിട്ടുകയും ചെയ്തിരുന്നു. നിങ്ങൾ വിചാരിക്കുന്ന പോലെയെല്ലാം ഒന്നുമില്ല കേട്ടോ. എൻ്റെ കാർ പോർച്ചിൽ ഒരു മുന്തിയ കാർ തന്നെ കയറ്റാനായിരുന്നു എൻ്റെ പ്ലാൻ. പിന്നെ ഇവരെല്ലാം അതിനൊക്കെ വെറും വളം മാത്രമായി ഇട്ടുകൊടുക്കൽ. കോളേജ് അലമ്പെല്ലാം നാട്ടിൽ ഒരു കുട്ടി പോലും അറിയാതെ നാട്ടിൽ പേരും പെരുമയുമുള്ള ഹാജിയാരുടെ മകളായി ഞാൻ വിലസി. അതിനിടയിലാണ് എനിക്കൊരു കല്യാണാലോചന വന്നത്. എന്തുകൊണ്ട് നോക്കിയിട്ടും ഞാൻ വിചാരിച്ചു വെച്ച ആ കാറിനെ ആദ്യമായി പെണ്ണ് കാണാൻ വന്ന അസ്കറിന് തന്നെ ആവട്ടെ എന്ന് ഞാൻ ഉറപ്പിച്ചു. കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ 6 വർഷമായി. ഇപ്പോൾ ഞാനും എൻ്റെ 3 വയസ്സുള്ള ഒരേ ഒരു മകളും അസ്കറിക്കയുടെ വീട്ടിൽ സുഖമായി ജീവിക്കുന്നു. ഇക്കയുടെ ഉപ്പയും ഉമ്മയും അനിയനുമാണ് ആ വീട്ടിലുള്ളത്. ഉപ്പയ്ക്ക് നാട്ടിൽ പല ബിസിനസ്സുമുണ്ട്. അനിയൻ ഫൈസൽ ഇക്കയെ പോലെ ഒരു പ്രവാസിയാണ്. പക്ഷേ ഇക്കയുടെ കൂടെ അല്ലട്ടോ, അവൻ വേറെ എവിടെയോ ആണ്. സ്ഥലപ്പേരൊന്നും എനിക്കറിയില്ല. എന്തായാലും ദുബായിലാണ്, അത്രേ എനിക്കറിയൂ. അനിയൻ ഫൈസൽ നാട്ടിലുള്ളപ്പോഴുണ്ടായ സംഭവമാണ് എല്ലാത്തിനും തുടക്കം കുറിച്ചത്. ആ സമയം ഇക്ക ഗൾഫിലായിരുന്നു. ഇടയ്ക്കുള്ള വിളിയും സ്നേഹപ്രകടനവും പിന്നെ ഇടയ്ക്കുള്ള വഴക്കുമായി പോകുമ്പോഴാണ് അനിയൻ ഫൈസൽ അവൻ്റെ റൂം കുറച്ച് മോഡേൺ ആക്കണമെന്നും പറഞ്ഞ് 2-3 അവൻ്റെ ഫ്രണ്ട്സുമായി വീട്ടിലേക്ക് വരുന്നത്. അതിൽ 2 പേര് എനിക്ക് ആദ്യമേ അറിയാവുന്നവരാണ്. പിന്നെയുള്ളവർ ആരാണെന്ന് എനിക്കറിയില്ല. സ്വന്തം കല്യാണം മുന്നിൽ കണ്ടാണ് ചെറുക്കൻ ഇതെല്ലാം ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായി. താത്ത, ഞാൻ മുകളിലെ റൂമിലേക്ക് മാറിയാലോ എന്ന് വിചാരിക്കുക. കുഞ്ഞുവിനോട് ചോദിച്ചിട്ട് അവൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി തരാമോ? അതെന്താടാ മേളിലേക്ക് പോകുന്നത്? നിനക്കിവിടെ അടയിൽ കിടന്നാൽ പോരെ, അവിടെ ആരുണ്ടായിട്ടാ? അതല്ല താത്ത, ഇവിടെ കിടന്നാൽ ഇനി ശരിയാവില്ല. ഞാൻ മേളിലേക്ക് പോക്കോളാം. ആ ശരി, ഞാൻ കുഞ്ഞു വിളിക്കുമ്പോൾ പറയാം. അല്ലെങ്കിൽ ഒരു കാര്യം ചെയ്, ഇപ്പോൾ തന്നെ മാറിക്കോ. അവിടെ അധികം സാധനങ്ങളൊന്നുമില്ല. ആ, താത്ത മാറുന്നില്ലേ? ഏയ്, എനിക്കൊന്നും വയ്യ. നീ വിവരം കൂടി അങ്ങ് മാറ്റിയേക്ക്. ഞാനത് പറഞ്ഞതും അവനും കൂട്ടുകാരും നേരെ റൂമിലേക്ക് കയറി. കുട്ടി ഉറങ്ങുന്നത് കൊണ്ട് വേഗം കറിയെല്ലാം ഉണ്ടാക്കി വെക്കാമെന്ന് കരുതി ഞാൻ നേരെ അടുക്കളയിലേക്കും ചെന്നു. പുറത്താരോ വന്നപ്പോൾ അവരോട് സംസാരിക്കാൻ ഉമ്മ അങ്ങോട്ട് പോയി. കറി ഉണ്ടാക്കിക്കൊണ്ട് നിൽക്കുന്ന എൻ്റെ അടുത്ത് വന്ന് ഫൈസൽ പറഞ്ഞു, താത്ത, അവരും ഉണ്ടാവും കേട്ടോ ഊണിന്. ചോറാകുമ്പോൾ ഒന്ന് വിളിച്ച് കൊടുത്തേക്കണേ. അല്ല, നീയപ്പോൾ എങ്ങോട്ട് പോവാ? ഞാൻ ചോദിച്ചു. ഞാനും ഇവനും കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്, അത് വാങ്ങാൻ പോവാ. കുറച്ച് ലേറ്റാകും വരാൻ. അല്ല, നീ അവർക്ക് വെള്ളം വല്ലതും മേടിച്ച് കൊടുത്തിട്ടുണ്ടോ? കറിയാവാൻ കുറച്ച് സമയമാകും. ആ താത്ത, അതൊക്കെ ഞങ്ങൾ കുടിച്ചിട്ടാണ് വന്നത്. താത്ത കറിയാവുമ്പോൾ ഒന്ന് കൊടുത്താൽ മതി. ആടാ, ഞാനത് നോക്കിക്കോളാം. അതും പറഞ്ഞ് അവൻ അങ്ങോട്ട് നടന്നു. പുറകെയുള്ള അവൻ്റെ കൂട്ടുകാരൻ എന്നെ ഒന്ന് നോക്കി ചിരിച്ചു. ഞാനും അവൻ്റെ കൂട്ടുകാരനല്ലെന്ന് കരുതി ഒന്ന് ചിരിച്ചു. മാക്സിയും മടക്കി കുത്തിയായിരുന്നു ഞാൻ അടുക്കളയിൽ നിന്നത്. എന്നും അങ്ങനെ നിന്ന് ശീലമായപ്പോൾ ഇപ്പോൾ അങ്ങനെ നിൽക്കാതെ ഒരു ഉഷാറുമില്ല. അങ്ങനെ ഞാൻ അവർക്ക് കൂടിയുള്ള കറികൾ ഉണ്ടാക്കാൻ തുടങ്ങി. അനിയൻ ചെക്കൻ്റെ കൂട്ടുകാരല്ലേ, നമ്മളായിട്ട് ഇനിയൊന്നും മോശം വരുത്തണ്ടെന്ന് ഞാനും വിചാരിച്ചു. കറിയെല്ലാം നല്ല അടിപൊളിയായി തന്നെ ഉണ്ടാക്കി. കുട്ടി ഉണരും മുമ്പ് അവർക്കുള്ള ഫുഡും കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അവരെ വിളിക്കാൻ ഉമ്മയെ വിട്ടാലോ എന്ന് വെച്ചപ്പോൾ ഉമ്മ പുറത്തുനിന്ന് ഇങ്ങോട്ട് വരുന്നുമില്ല. അവസാനം ഞാൻ തന്നെ പോയി വിളിക്കാമെന്ന് വിചാരിച്ച്
ഞാൻ പതിയെ മുകളിലേക്ക് കയറി. രണ്ടാളും മുറിയിലെ സാധനങ്ങളെല്ലാം പുറത്തേക്ക് വെച്ച് മുറി ക്ലീനാക്കുന്ന തിരക്കിലായിരുന്നു. എന്നെ കണ്ടതും അവരൊന്ന് ചിരിച്ചു. ഇത്രയ്ക്ക് സാധനങ്ങളുണ്ടായിരുന്നു ഈ റൂമിൽ? ഞാൻ അവരോട് ചോദിച്ചു. പിന്നെ അല്ലാതെ, ഇനിയും കുറേയുണ്ട്. അതിൽ ഒരുത്തൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആ, അത് ശരിയാ, ഇനിയും ഉണ്ടല്ലോ കുറേ. പക്ഷെ കാണുമ്പോൾ കുറച്ചുള്ളെന്ന് വിചാരിക്കൂ. എന്തായാലും ബാക്കിയുള്ളതെല്ലാം ഫുഡ് കഴിച്ചതിന് ശേഷം ചെയ്യാം. വാ, ഞാൻ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇല്ല, ഇതൊക്കെ ഒന്ന് ഒതുക്കിയിട്ട് വരായിത്ത, അവർ പറഞ്ഞു. അതൊക്കെ ഇനി ഒതുക്കി വരുമ്പോഴേക്കും നേരം കുറേയാവും. അതൊക്കെ ഇനി കഴിച്ചു കഴിഞ്ഞിട്ട് ചെയ്യാം. ഞാൻ പറഞ്ഞത് കേട്ട് അവർ എൻ്റെ പിറകിലായി ഫുഡ് കഴിക്കാൻ സ്റ്റെപ്പ് ഇറങ്ങി. മുന്നിൽ നടക്കുന്ന എനിക്ക് എന്തോ ഒരു വല്ലായ്മ തോന്നുന്നുണ്ടായിരുന്നു. കാരണം എൻ്റെ അപ്പോഴുള്ള വേഷവും ആ കുത്തിവെക്കലും അവർക്ക് കൂടുതൽ മധുരം കിട്ടുന്നുണ്ടോ എന്നായി എൻ്റെ മനസ്സ് മുഴുവൻ. വീട്ടിലായതുകൊണ്ട് ഞാൻ എപ്പോഴും ഫ്രീ ആയിട്ടാണ് നടക്കാറ്. അമ്മായപ്പൻ ആളൊരു പോക്കിരിയാണെങ്കിലും അമ്മായിയമ്മ അതിനൊത്തൊരു വില്ലത്തിയായതുകൊണ്ട് എൻ്റെ ഏഴെഴുത്ത് പോലും അയാൾ വരില്ല. അഥവാ വന്നാലും സെക്യൂരിറ്റി പോലെ കൂടെ തന്നെ കാണും അമ്മായിയമ്മ. അതുകൊണ്ട് തന്നെ ഒരു കള്ളനോട്ടവും ഒലിപ്പിക്കലും എനിക്ക് ആ സൈഡിൽ നിന്നും പേടിക്കണ്ട. പിന്നെയുള്ളത് അനിയൻ ഫൈസൽ. അവനൊരു പാവായുണ്ട് അങ്ങനെയുള്ള ഒന്നും ഇതുവരെ ഞാൻ അനുഭവിച്ചിട്ടില്ല. പക്ഷേ ഇന്ന് ഈ പിള്ളേ വരുന്ന കാര്യം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. അങ്ങനെ സ്റ്റെപ്പുകൾ ഞാൻ പതിയിറങ്ങി കിച്ചണിലേക്ക് പോയി. പോകുന്ന സമയം ഒന്നവരെ തിരിഞ്ഞു നോക്കാൻ എൻ്റെ മനസ്സ് എന്നോട് കുറേ പറഞ്ഞു നോക്കി. പക്ഷേ ഞാനത് കേട്ടില്ല. എന്തായാലും അവരിതൊന്നും കാണാത്തവരൊന്നും അല്ലല്ലോ. ഇനിയിപ്പോൾ ഒരു നോട്ടം കൂടിയായാൽ ഇനി ചിലപ്പോൾ എൻ്റെ കൈവിട്ടു പോയാലോ? ഇക്കയുടെ വരവും കാത്ത് കുറേ കാലായില്ലേ ഞാൻ ഒറ്റയ്ക്ക് പോരാടുന്നത്. ഇനി ചിലപ്പോൾ അവൾക്ക് തോന്നിയാലോ കൂട്ടിന് ആരെങ്കിലും വേണമെന്ന്. കാരണം അവൾ ചില്ലറക്കാരിയല്ല. ഞാൻ പറഞ്ഞിട്ടാ അവളിപ്പോൾ അടങ്ങിയിരിക്കുന്നത്. ഇനി ഞാനായിട്ട് തട്ടി എഴുന്നേൽപ്പിക്കണ്ട. ഞാൻ വേഗം അടുക്കളയിലേക്ക് കയറി അവർക്കുള്ള ഫുഡെല്ലാം ഡൈനിങ് ഹാളിലെ ടേബിളിലേക്ക് വെച്ചു. അവിടെ നിന്ന് തന്നെ കൈ കഴുകി അവർ രണ്ടുപേരും ടേബിളിലേക്ക് വന്നിരുന്നു. ചോറിന് പുറകെ കറി എടുക്കാനും കൂട്ടാൻ എടുക്കാനും പോകുമ്പോഴും അവർ അറിയാത്ത പോലെ എന്നെ നോക്കുന്നുണ്ടായിരുന്നു. ഒന്ന് മാറി നിന്ന് ഉമ്മ വിടാന്ന് വിചാരിച്ച ഉമ്മയാണെങ്കിൽ പുറത്ത്. അവസാനം ഞാൻ തന്നെ എല്ലാം വിളമ്പി അവർക്ക് കൊടുത്തു. ഉമ്മ എവിടെ പോയി? ഞാൻ തിരിഞ്ഞടക്കുമ്പോൾ പെട്ടെന്നായിരുന്നു അതിലൊരുത്തൻ്റെ ചോദ്യം. ആ, ഉമ്മ ഇവിടെയുണ്ട്. പുറത്തൊരാൾ വന്നപ്പോൾ അവരോട് സംസാരിക്കാം. ഉള്ളിൽ ചെറിയ വെപ്രാളത്തോടെ ഞാൻ അവരോട് പറഞ്ഞു. അസ്കറിക്ക വിളിക്കാറുണ്ടോ? ഒന്ന് പറഞ്ഞൊപ്പിച്ചപ്പോഴേക്കും അടുത്ത ചോദ്യമായി അവൻ വീണ്ടും. ആ, വിളിക്കാറുണ്ട്. ഇന്ന് വിളിച്ചില്ല. ചിലപ്പോൾ വൈകുന്നേരം വിളിക്കും. ഓ, ഇക്ക വരുന്നുണ്ടോ? ഇല്ല, കുറച്ച് കഴിയും എന്നാ പറയുന്നത്. അതെന്ത് പറ്റി? കുറേ ആയില്ലേ പോയിട്ട്? ആ, കുറച്ചായി. കടയുടെ പണി നടക്കുന്നുണ്ട്, അതാ വരാൻ വൈകുന്നത്. അതും പറഞ്ഞ് ഞാൻ അടുക്കളയിലേക്ക് പോന്നു. പിന്നെ ഞാൻ അങ്ങോട്ട് പോയില്ല. എനിക്കെന്തോ ആ വേഷത്തിൽ അങ്ങോട്ട് പോകാൻ ഒരു മടി. അങ്ങനെ അവർ രണ്ടുപേരും ഫുഡെല്ലാം കഴിച്ച് എന്നോട് പാത്രമെടുത്ത് വെക്കാനും പറഞ്ഞ് മേളിലേക്ക് പോയി. അവർ പോയതിനു ശേഷം ഞാൻ വേഗം പോയി പാത്രങ്ങളെല്ലാം കൊണ്ടുവന്നു. അപ്പോഴേക്കും ഉമ്മ അങ്ങോട്ട് വന്നു. അങ്ങനെ ഞാനും ഉമ്മയും ഫുഡെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുട്ടി എഴുന്നേറ്റ് തറഞ്ഞ് ഞാൻ അങ്ങോട്ടോടി. കുട്ടിക്ക് ചോറ് കൊടുത്തിട്ടിരിക്കുമ്പോഴാണ് എനിക്ക് പെട്ടെന്ന് ഒരു കാര്യം ഓർമ്മ വന്നത്. എൻ്റെ ആഗ്രഹപ്രകാരം ഇക്ക ഗൾഫിൽ നിന്നും പല രീതിക്കുള്ള ഡ്രസ്സുകളെല്ലാം കൊണ്ട് തന്നിരുന്നു. അതെല്ലാം ഞാൻ പല വീഡിയോസും കണ്ട് അതിൽ പെണ്ണുങ്ങളിടുന്ന പോലെ ഉള്ളതാണ്. എൻ്റെ നിർബന്ധം സഹിക്കാനാവാതെ ഇക്ക എവിടെ നിന്നൊക്കെയോ ഒപ്പിച്ചെടുത്തതാണ് എല്ലാം. ഇക്ക ഗൾഫിൽ പോകുന്നതിന് മുമ്പ്, അതായത് പോകുന്നതിൻ്റെ ലാസ്റ്റ് വീക്ക് ഓരോന്നായി മാറി മാറിയിട്ട് നല്ല വെടുപ്പായി മേഞ്ഞിട്ട് അവിടെ ഒരു മൂലയിലിട്ടതാ. പിന്നെ ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. വണ്ടി ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ, ഓടിക്കാൻ ആൾ വേണ്ടേ. ഇക്കയുടെ അടുത്ത വരവ് നോക്കി എല്ലാം എടുത്ത് റെഡിയാക്കി വെക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ അതെല്ലാം ഇപ്പോൾ ആ റൂമിൽ തന്നെ ഉണ്ട്. അവരെന്തായാലും അത് കാണും. കണ്ടാൽ അവർക്ക് മനസ്സിലാവും ഇതെല്ലാം എന്തിനു മേടിച്ചതാണെന്ന്. എൻ്റെ ഉള്ളിൽ
പേരുടെ തീ ആളിക്കത്താൻ തുടങ്ങി. ഇനി അവരത് കണ്ട് കാണുമോ? ഇനി ചിലപ്പോൾ കണ്ടിട്ട് അറിയാത്ത പോലെ അഭിനയിക്കാണോ? എൻ്റെ മനസ്സിൽ 100 ചോദ്യങ്ങൾ നിറഞ്ഞു. കുട്ടിക്ക് ചോറ് വാരിക്കൊടുക്കുമ്പോൾ എൻ്റെ കൈ വിറയ്ക്കാൻ തുടങ്ങി. എല്ലാം എൻ്റെ തെറ്റാ. അന്നേ അതെല്ലാം അലക്കി അലമാരയിൽ വെച്ചാൽ മതിയായിരുന്നു. ഏത് നേരത്താണെന്നാവോ അതെല്ലാം ചെയ്യാതിരിക്കാൻ തോന്നിയത്. സ്വയം പ്രാഗിക്കൊണ്ട് ഞാൻ കുട്ടിയും എടുത്ത് ഉമ്മയുടെ അടുത്ത് ചെന്നു. എന്താടി, എഴുന്നേറ്റോ? ഉമ്മ കുട്ടിയെ കണ്ടപാടെ ചോദിച്ചു. ഉമ്മ, ഇവളൊന്ന് പിടിച്ചേ, ഞാനൊന്ന് മേലെ പോയി നോക്കിയിട്ട് വരാം. നീ എന്തിനാ ഇപ്പം അങ്ങോട്ട് പോകുന്നത്? അതല്ല ഉമ്മ, എൻ്റെ കുറേ സാധനങ്ങൾ അവിടെയുണ്ട്. അവരതെല്ലാം നശിപ്പിക്കും. ഞാൻ പോയി അതെല്ലാം എടുത്തിട്ട് വരാം. ആണോ? എന്നാൽ നേരത്തെ പോയി എടുത്തുകൂടായിരുന്നു? ഇപ്പോഴാണോ പോകുന്നത്? അത് ഞാൻ മറന്നു ഉമ്മ, ഞാൻ പോയി നോക്കട്ടെ. ആ, വേഗം പോയി നോക്ക്. ഉമ്മാൻ്റെ കയ്യിൽ കുട്ടിയേയും കൊടുത്തിട്ട് നെഞ്ചും പിടച്ചുകൊണ്ട് ഞാൻ വേഗം മേളിലേക്ക് ഓടി. ഞാൻ ചെന്ന് നോക്കുമ്പോൾ അതിലൊരുത്തൻ അതിലൊരു ഡ്രസ്സും എടുത്ത് അതിലേക്ക് നോക്കി നിൽക്കുന്നു. എന്നെ കണ്ടതും അവനത് താഴേക്കിട്ടു. എന്ത് പറയണമെന്നോ എന്ത് ചെയ്യണമെന്നോ അറിയാതെ ഞാൻ ആ കതകിൻ്റെ അടുത്ത് നിന്ന് അവൻ്റെ കണ്ണിലേക്ക് തുറിച്ചു നോക്കി. ഇത് കുറേ ഉണ്ടല്ലോ, അവൻ്റെ ചോദ്യം. അത് കേട്ടതും എൻ്റെ ഉള്ളൊന്ന് പിടച്ചു. താഴേക്ക് നോക്കി ഒരു നിമിഷം മൗനം പാലിച്ച ഞാൻ അവനെ നോക്കി പറഞ്ഞു, അതെല്ലാം അവിടെ വെച്ചേക്ക്, ഞാൻ വന്ന് എടുത്തോളാം. ആ, തന്നെ എടുത്തോ, എനിക്കൊന്നും വേണ്ട. എന്തായാലും കൊള്ളാം. ഇതെല്ലാം കുറേ കണ്ടിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് നേരിൽ കാണുന്നത്. ഏ, നീ ഇതൊക്കെ എവിടെ നിന്ന് കണ്ടു? ഞാൻ അറിയാതെ എൻ്റെ ഉള്ളിൽ നിന്നും ആ ചോദ്യം വന്നു. അത് കേട്ട് അവൻ പറഞ്ഞു, ഇതെവിടെ നിന്നാണ് കണ്ടത്? അവിടെ തന്നെയാണ് ഞാനും കണ്ടത്. എന്തായാലും ഇതൊക്കെ ഇങ്ങനെ സംഘടിപ്പിച്ചു. അസ്കർക്ക് പൊളിയാണല്ലോ. അവൻ്റെ സംസാരവും ചിരിയും വേറെ എങ്ങോട്ടോ മാറി മറിയുന്നത് ഞാൻ കണ്ടു. ഇനി ഇവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് മനസ്സിലാക്കി ഞാൻ വേഗം പോയി ആ മൂലയിൽ കൂട്ടിയിട്ടതെല്ലാം വാരിയെടുത്ത് പുറത്തേക്ക് നടന്നു. പെട്ടെന്ന് എൻ്റെ കയ്യിൽ നിന്നും ഒരു ബെൽറ്റ് താഴേക്ക് വീണു. അതെടുക്കാൻ ഞാൻ നോക്കിയപ്പോൾ കയ്യിൽ കൂട്ടിപ്പിടിച്ചതിൽ നിന്നും കൈവിലങ്ങും താഴേക്ക് വീണു. സത്യം പറഞ്ഞാൽ ഇതെല്ലാം അവിടെയുള്ള കാര്യം പോലും ഞാൻ മറന്നിരുന്നു. എല്ലാം എൻ്റെ തെറ്റാണ്. നേരത്തെ ഇതെല്ലാം എടുത്ത് മാറ്റേണ്ടതായിരുന്നു. ഓ, ഇതെല്ലാം ഉണ്ടായിരുന്നോ? കൊള്ളാലോ സെറ്റപ്പ്. അവരത് പറഞ്ഞപ്പോൾ എൻ്റെ തൊലി ഉരിഞ്ഞു പോയി. ഞാൻ ചുറ്റിലും ഒന്ന് നോക്കി. ആരുമില്ല പേടിക്കണ്ട, ഞാൻ മാത്രമേ കണ്ടിട്ടുള്ളൂ. മറ്റവൻ പുറത്താ. ഞാൻ വേഗം വീണതെല്ലാം വാരിയെടുത്ത് ഒന്നും മിണ്ടാതെ താഴേക്കിറങ്ങി. റൂമിൽ ചെന്ന് ഞാൻ ഇനി എന്തു ചെയ്യുമെന്നറിയാതെ ആകെ ടെൻഷനടിച്ച് കയ്യിലുള്ള എല്ലാം കട്ടിലിൻ്റെ അടിയിലേക്ക് വലിച്ചെറിഞ്ഞു. അവനിനി ഫൈസലിനോട് പറയുമോ? എല്ലാം കട്ട ചങ്കുകളാ, പറയാതെ ഇരിക്കില്ല. അവൻ്റെ കാല് പിടിച്ചിട്ടാണെങ്കിലും അവനോടിത് ആരോടും പറയരുതെന്ന് പറയണം. എൻ്റെ ഭാഗ്യത്തിന് ആ സമയം അവിടെ ഒരുത്തനേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടുപേരും എല്ലാം കാണുമായിരുന്നു. അല്ല, ആ സമയം എല്ലാവരും ഉണ്ടായിരുന്നെങ്കിലോ? ഫൈസലും എല്ലാം കാണുമായിരുന്നില്ലേ? എൻ്റെ ദൈവമേ, എന്നെ കാത്തു. ഞാൻ ദൈവത്തോട് നന്ദി പറഞ്ഞ് പതിയെ അടുക്കളയിലേക്ക് നടന്നു. എന്താ മുബീന, നിനക്ക് എന്തു പറ്റി? നീ ആകെ വിയർത്തല്ലോ. എന്നെ കണ്ടതും ഉമ്മ ചോദിച്ചു. അത് പിന്നെ അതെല്ലാം വാരിക്കൂട്ടി സ്റ്റെപ്പ് ഇറങ്ങിയത് കൊണ്ടാ ഉമ്മ. എന്നാ ഇവളെ പിടിച്ചേ, ഉപ്പ വന്നിട്ടുണ്ട്. ഞാൻ ഉപ്പയ്ക്കുള്ള ചോറ് വിളമ്പി കൊടുക്കട്ടെ. കുട്ടിയെ എൻ്റെ കയ്യിൽ തന്നു. ഉമ്മ ഉപ്പയ്ക്കുള്ള ചോറ് വിളമ്പാനായി പോയി. ഇക്കാക്ക് ഒട്ടും താല്പര്യമില്ലാഞ്ഞിട്ടും ഞാൻ ഒരുത്തി കാരണമാണ് ഇതെല്ലാം ഇക്ക സംഘടിപ്പിച്ചത്. ഇക്കാക്കാവട്ടെ 1-2 മിനിറ്റ്, അത് കഴിഞ്ഞാൽ ഡാം പൊട്ടി. അതിൽ നിന്നുമെല്ലാം ഒരു മോചനത്തിനാണ് ഞാനിതെല്ലാം വാങ്ങിപ്പിച്ചത്. ഇതാകുമ്പോൾ വെറൈറ്റി ആവുമല്ലോ. പക്ഷേ എങ്ങനെ നോക്കിയാലും ആ സമയത്ത് നിന്നും ഒരു മാറ്റം ഞാനിതുവരെ അറിഞ്ഞിട്ടില്ല. പിന്നെ എല്ലാം ഞാൻ എന്നിലങ്ങ് അർപ്പിക്കും. ഡാം അവിടെ മാത്രമല്ലല്ലോ, ഇവിടെയും ഇല്ലേ നല്ല ചെട്ടിനാട് സിമെൻ്റ് കൊണ്ടുണ്ടാക്കിയ പോലുള്ള ഒരു ഡാം. എങ്ങനെയെങ്കിലും അവനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കണം. അതിനായി ഞാൻ കുട്ടിയും എടുത്തുകൊണ്ട് പതിയെ സ്റ്റെപ്പ് കയറി. ദാ വരുന്നു അവൻ ഇങ്ങോട്ട്. കുറച്ച് വെള്ളം തരുമോ? പൊടിയടിച്ച് തൊണ്ട വരണ്ടു. ആ, വാ. ഞാൻ അവനെ അടുക്കളയിലേക്ക് ക്ഷണിച്ചു. അടുക്കളയിൽ ചെന്നപ്പോൾ ഉമ്മ അവിടെ
ഉപ്പയ്ക്കുള്ള ചോറെടുത്ത് വയ്ക്കുന്ന തിരക്കിലാണ്. ഞാൻ വേഗം പുറത്തേക്ക് വന്ന് അവനോട് പറഞ്ഞു, നീ പൊക്കോ, ഞാൻ വെള്ളവുമായി വരാമെന്ന്. അത് കേട്ട് അവൻ മുകളിലേക്ക് പോയി. അടുക്കളയിൽ വെച്ച് അവനോട് സംസാരിക്കാമെന്ന് വെച്ചിട്ടാ അവനെ ഞാൻ അങ്ങോട്ട് വിളിച്ചത്. എന്നാൽ അത് നടന്നില്ല. ഇനിയിപ്പോൾ അങ്ങോട്ട് പോയി പറയാം. വൈകിയാൽ ഫൈസലെങ്ങാനും വന്നാലോ? കുട്ടിയെ തോളിൽ നിന്നും ഇറക്കി വെച്ച് ഫോണിൽ ഒരു കാർട്ടൂൺ വീഡിയോ ഇട്ടുകൊടുത്ത് ഞാൻ അവിടെ ഇരുത്തി. അവന് വെള്ളമെടുക്കാനായി ഞാൻ അടുക്കളയിലേക്ക് നടന്നു. എവിടെയടി, കുട്ടി എവിടെ? ഉമ്മ ചോദിച്ചു. കുട്ടി അവിടെ ഇരുന്ന് കളിക്കുന്നുണ്ട്. ആ ചെക്കന്മാർക്ക് വെള്ളം വേണമെന്ന്. ഞാൻ കുറച്ച് കൊടുത്തിട്ട് വരാം. ആ ജഗ്ഗിൽ കൊണ്ടുപോക്കോ, അല്ലെങ്കിൽ നീ ഇടക്കിടക്ക് ഇങ്ങനെ കയറി ഇറങ്ങേണ്ടി വരും. ഉമ്മ പറഞ്ഞത് കേട്ട് ജഗ്ഗിൽ വെള്ളവുമായി ഞാൻ അവൻ്റെ അടുത്തേക്ക് ചെന്നു. ഇന്ന വെള്ളം. ചൂടുവെള്ളമാണോ? അവൻ ഫസ്റ്റ് തന്നെ എനിക്കിട്ടൊന്ന് വെച്ചു. അല്ല, ചൂടുവെള്ളം വേണമായിരുന്നോ? ഞാൻ ഒന്നും അറിയാത്ത ഭാവത്തിൽ അവനോട് ചോദിച്ചു. ഏയ്, അതൊന്നും വേണ്ട, ഞാൻ ചുമ്മാ ചോദിച്ചതാ. അല്ല, വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ഞാൻ ഉണ്ടാക്കി കൊണ്ടുവരാം. എൻ്റെ കാര്യം പറയാൻ അവനെ ഒന്ന് സോപ്പിടാമെന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞു. ഏയ് വേണ്ടിത്ത, ഇത്തിനി കഷ്ടപ്പെടണ്ട, കുറേ കഷ്ടപ്പാട് സഹിക്കുന്നതല്ലേ. അവനത് പറഞ്ഞപ്പോൾ അവൻ്റെ ഭാവം ശരിക്കും ഞാൻ കണ്ടു. എന്നെ എങ്ങനെയെങ്കിലും നാറ്റിക്കണം എന്നൊറ്റ ചിന്ത അവൻ്റെ മനസ്സിലുള്ളൂ. ഇവൻ എന്തായാലും കണ്ടതെല്ലാം എല്ലാവരോടും പറയും, അതെനിക്ക് ഏകദേശം ഉറപ്പായി. ഫൈസലെങ്ങാനും അറിഞ്ഞാൽ തീർന്നു. നല്ലൊരു ഏട്ടത്തിയായി ഇത്രയും കാലം ഞാൻ നടന്നതാ. എൻ്റെ ഉള്ളിലെ തിളപ്പ് അവൻ എങ്ങനെയെങ്കിലും അറിഞ്ഞ പിന്നെ ഞാൻ എങ്ങനെയാ അവൻ്റെ മുഖത്ത് നോക്കുക? എന്താ ഇതെങ്ങോട്ടാ പോയേ? എവിടെയൊന്നും അല്ലല്ലോ. എൻ്റെ ആ നിൽപ്പ് കണ്ട് അവൻ ചോദിച്ചു. ഡാ, നീ കണ്ടതൊന്നും ആരോടും പറയരുത് പ്ലീസ്. ഞാൻ എന്താന്ന് വെച്ചാൽ ചെയ്യാം. അയ്യോ ഞാൻ ആരോടും പറയില്ല. ഇതൊക്കെ എങ്ങനെയാ ഒരാളോട് പറയാ? ഇതെല്ലാം ഇത്തല്ലാതെ വേറെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഈ നാട്ടിൽ? പേടിക്കണ്ട, ഞാൻ ഒന്നും പറയില്ല. അവൻ്റെ സംസാരവും ആ ചിരിയും കണ്ടാൽ അറിയാം ഇപ്പോൾ ഒരാളെ കിട്ടിയ ഇപ്പോൾ അവൻ പറയുമെന്ന്. കണ്ടതെല്ലാം താഴോട്ടിറക്കാതെ അവൻ്റെ ചങ്കിൽ തന്നെ നിൽക്കുന്നുണ്ടെന്ന് എനിക്കറിയാൻ പറ്റുന്നുണ്ടായി. ഡാ പ്ലീസ്, നീ ഇത് ഫൈസലിനോടൊന്നും പറയരുത്, ഞാൻ കാല് പിടിക്കാം. എൻ്റെ പൊന്നിത്ത, ഞാൻ പറഞ്ഞില്ലേ ആരോടും പറയില്ലെന്ന്. പിന്നെ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? അല്ല, ബെൽറ്റ് കൊണ്ട് വല്ല അടിയും വാങ്ങിയിട്ടുണ്ടാവും അല്ലേ? ബെൽറ്റെല്ലാം പൊട്ടിപ്പൊളിഞ്ഞിട്ടുണ്ടല്ലോ. അവൻ്റെ ആ ചോദ്യത്തിൽ ഉത്തരമില്ലാതെ ഞാൻ താഴേക്ക് നോക്കിയിരുന്നു. ഞാനിതൊക്കെ കണ്ടിട്ടേ ഉള്ളൂ, നല്ല രസമായിരിക്കും അല്ലേ? അവൻ ചോദിച്ചു. ഞാൻ തലയൊന്ന് പൊക്കി അവനെ നോക്കി വീണ്ടും താഴേക്ക് നോക്കി. പെട്ടെന്നാണ് കൂടെയുള്ളവൻ 2 കഷ്ണം പൈപ്പുമായി അങ്ങോട്ട് കയറി വന്നത്. എന്നെ കണ്ടതും അവൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇതെന്താ ഇവിടെ നിൽക്കുന്നത്? ഇവിടെയെല്ലാം പൊടിയല്ലേ, വെറുതെ തുമ്മൽ പിടിപ്പിക്കണ്ട, താഴേക്ക് പോക്കോ. അവനത് പറഞ്ഞതും മറ്റവൻ കയറി പറഞ്ഞു, ഏയ് അതൊന്നും ഇത്താക്കൊരു പ്രശ്നവുമില്ല. ഇതിലും വലുത് ചാടിക്കടന്ന് വന്നതാ ഇത്ത. ഒന്ന് പോടാ, ഇത്തേ കളിയാക്കാൻ. ഇത്ത പൊക്കോ, എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ അങ്ങോട്ട് വന്നോളാം. കയറുള്ള ജഗ് അവിടെ വെച്ച് നിരാശയോടെ ഞാൻ താഴേക്കിറങ്ങി. കുട്ടിയും എടുത്തുകൊണ്ട് ഞാൻ നേരെ എൻ്റെ മുറിയിലേക്ക് നടന്നു. ബെഡിലിരുന്ന് ഞാൻ കുറേ സങ്കടപ്പെട്ടു. ആ ചെക്കനെ കണ്ടാൽ തന്നെ അറിയാം കുരുത്തം കെട്ടവനാണെന്ന്. അവൻ പറയും, അതുറപ്പാ. കുട്ടിയുടെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങി ഞാൻ ചുമ്മാ ഓരോന്ന് നെക്കിക്കൊണ്ടിരുന്നു. എന്ത് ചെയ്തിട്ടും ഒരു സമാധാനം കിട്ടാതായപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ തോന്നി. പണ്ട് കോളേജിൽ പഠിക്കുമ്പോൾ എല്ലാ കുരുത്തക്കേടിനും കൂടെ ഉണ്ടായിരുന്ന ഷംനയെ വിളിച്ച് കാര്യങ്ങൾ പറയാം. അവളാവുമ്പോൾ എന്തെങ്കിലും ഐഡിയ പറഞ്ഞു തരും. അവൾക്കാണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ നല്ല ത്രില്ല. ഞാൻ വേഗം അവളുടെ നമ്പർ എടുത്ത് അവൾക്ക് വിളിച്ചു. ഹലോ, പറയടി, എന്താടി വിശേഷം? കോൾ എടുത്തപാടെ അവൾ ചോദിച്ചു. എന്തു പറയാൻ, ഇങ്ങനെ പോണ്. എന്താടി നിൻ്റെ വിശേഷം? ഓഫ്, പരമ ബോറ്. നേരം വെളുത്താൽ ഈ തള്ളതിൻ്റെ വാരുള്ളത് കേട്ട് സഹിച്ചു നിൽക്കണം. വീട്ടിൽ പോയി ഒന്നടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച കെട്ടിയോൻ ബൈക്കിൽ നിന്നും വീണ് കിടപ്പില്ല. അങ്ങേരെ വിട്ട് പോകാനും വയ്യ. അയ്യോ, എന്തു പറ്റിയടി? അങ്ങേര് രാവിലെ ഫുട്ബോളും കണ്ടുവരുന്ന വഴിക്ക് പട്ടി കുറുകെ ചാടിയതാ.
അയ്യോ, എന്നിട്ടിപ്പോൾ കിടപ്പിലാണോ? എവിടെയെങ്കിലും പൊട്ടുണ്ടോ? ആ, കാലൊടിഞ്ഞിട്ടുണ്ട്. പിന്നെ കയ്യിലും കാലിലും മുറിവുണ്ട്. അല്ല, എന്താ നിന്റെ വിശേഷം? നിന്റെ ഹസ് വരുന്നുണ്ടോ? ഇല്ലടി, അങ്ങേര് കുറച്ച് കഴിയും വരാൻ. എന്താടി നിനക്കൊരു സങ്കടം? ഡോറ് അടഞ്ഞു പോകുമെന്ന് ഓർത്തിട്ടാണോ? അവൾ ചോദിച്ചു. ഒന്ന് പോടി, അതൊന്നുമല്ല. ഉം, നീ എന്നോട് കള്ളം പറയണ്ട. നിന്റെ ദാഹമൊക്കെ എനിക്കറിയാവുന്നതല്ലേ. നിനക്ക് ഓർമ്മയുണ്ടോ ആ നിയാസിനെ? ഒന്ന് പോടി, അതൊന്നും നീ എന്നെ ഓർമ്മിപ്പിക്കല്ലേ. നീ വേറെ വല്ലതും പറ. ഉം, ഞാനിന്ന് രാവിലെയും കൂടി ഓർത്തതാ. അതാ ഞാനിപ്പോൾ പറയാൻ കാരണം. രാവിലെ നീ എന്തോർത്ത്? അവനെയോ? അതേടി, അവനെ തന്നെ. ഇവിടെ അടുത്തുള്ള പറമ്പ് നന്നാക്കുന്നുണ്ട്. അവിടെയുള്ള കുറ്റിക്കാടെല്ലാം വെട്ടി നിരത്തുന്നത് കണ്ടപ്പോൾ എനിക്ക് നമ്മുടെ കോളേജിൻ്റെ ബാക്കിലെ കുറ്റിക്കാടാണ് ഓർമ്മ വന്നത്. ഓഫ്, നീ ഒന്ന് മിണ്ടാതിരിക്ക്, ആരെങ്കിലും കേൾക്കും. ഒരു പ്രശ്നത്തിൽ നിന്നും എങ്ങനെയാ ഒന്ന് കരകയറുന്ന ആലോചിക്കുമ്പോഴാണ് നീ ഇതും കൂടി. ഇവിടെ ആര് കേൾക്കാൻ? ആ കിഴങ്ങൻ അവിടെ കിടക്കുന്നുണ്ട്. പിന്നെയുള്ളത് ആ തള്ളയാ. ഒരു കലം ചോറും തട്ടി മുറിയിൽ കയറി മുങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വൈകുന്നേരം നോക്കിയാൽ മതി. അല്ല, അപ്പോൾ നിന്റെ അമ്മായപ്പൻ എവിടെ? ഞാൻ ചോദിച്ചു. അങ്ങേര് മാർക്കറ്റിൽ കാണും, അല്ലെങ്കിൽ സഫിയ തൻ്റെ വീട്ടിൽ കാണും. അവിടെയല്ലേ ഇപ്പോൾ പൂജ. ഏ, ഏത് സഫിയാത്ത? അസ്നയുടെ ഉമ്മയോ? അതേടി, അസ്നയുടെ ഉമ്മ തന്നെ. പിന്നെ അങ്ങേരെ പറഞ്ഞിട്ടും കാര്യമില്ല. നല്ല തണ്ടും തടിയുമുള്ള ആളല്ലേ. അങ്ങേർക്കും ഉണ്ടായില്ല ആഗ്രഹങ്ങൾ. ഈ തള്ളയെ കൊണ്ട് എന്തുപകാരം? ഒരു കലം ചോറും മുങ്ങി കിടന്നുറങ്ങുക. എന്തൊക്കെയാടി നീ പറയുന്നത്? നിനക്ക് ഭ്രാന്തായോ? ഞാനൊരു സമാധാനത്തിനാ നിന്നെ വിളിച്ചത്. നീയാണെങ്കിൽ അതിനപ്പുറം. എന്താടി കുരുപ്പേ നിനക്കൊരു സമാധാനക്കുറവ്? എന്താ നിന്റെ കെട്ടിയോൻ ചത്തോ? അതല്ലടി, ചെറിയൊരു പ്രശ്നമുണ്ട്. നീ എനിക്ക് ഒരു ഐഡിയ പറഞ്ഞതാ. മനസ്സിലായി. ആരെയാടി വിളിച്ച് കയറ്റിയത്? അതുപോട്ടെ, ആരാ കണ്ടത്? അമ്മായിയമ്മയാണോ? ഓഫ്, അല്ലടി, നിന്റെ തന്ത. ഒന്ന് മിണ്ടാതിരിക്ക്, ഞാൻ അങ്ങോട്ട് പറയട്ടെ. ആ, എന്നാ പറ. എടി, ഞാനിപ്പോൾ ഒരു വല്ലാത്തൊരവസ്ഥയിലാണ്. നീ എങ്ങനെയെങ്കിലും ഒരു ഐഡിയ എനിക്ക് പറഞ്ഞു തരണം. അതിനാ ഞാനിപ്പോൾ നിന്നെ വിളിച്ചത്. നീ കാര്യം പറ, എന്താ പറ്റിയേ? എടി, നീ ഇതാരോടും പറയരുത്. എനിക്ക് നീ സത്യം ചെയ്തു തരണം. എടി, എന്താ പ്രശ്നം? എന്നെ നിനക്ക് വിശ്വാസമില്ലേ? നീ എന്തിനാ പേടിക്കുന്നത്? എന്തുണ്ടെങ്കിലും നീ എന്നോട് പറ. എടി, അത് പിന്നെ ഇക്കവിടെ ഇല്ലല്ലോ. അപ്പോൾ ഞാൻ... എന്താടി, ഗർഭം വല്ലതും? അവൾ പേടിച്ച് എന്നോട് ചോദിച്ചു. ഓഫ്, ഒന്ന് മിണ്ടാതിരിക്കടി, ഞാൻ പറയട്ടെ. ഒന്ന് വേഗം പറയടി, എൻ്റെ മുട്ടുകാൽ വിറയ്ക്കുന്നു. എടി, അത് ഇക്ക ഉള്ളപ്പോൾ ഞാൻ ഇക്കയെ കൊണ്ട് കുറേ സാധനങ്ങൾ വാങ്ങിച്ചിരുന്നു. പക്ഷേ ഇക്ക ഇവിടെ ഇല്ലല്ലോ. ഞാനാണെങ്കിൽ ഒന്നും അലമാരയിട്ട് എടുത്ത് വെച്ചില്ല. എല്ലാം അവിടെ ഒരു മൂലയിലിട്ടു. അതിനിപ്പോൾ എന്താ പ്രശ്നം? എൻ്റെ പൊന്നു ഷംന, നീ ഒന്ന് മിണ്ടാതിരിക്ക്, ഞാൻ പറയാം. ആ, പറ. എടി, നീ എന്നെ കളിയാക്കരുത്. ആഹാ, ഇപ്പം അങ്ങനെയായോ? മരത്തിന് കാര്യം പറ പെണ്ണേ. എടി, അത് പിന്നെ ഞാൻ വാങ്ങിച്ച സാധനങ്ങളെല്ലാം മറ്റേതായിരുന്നു. എന്ത്? എനിക്കൊന്നും മനസ്സിലായില്ല. എടി, അത് ഈ വീഡിയോസിലൊക്കെ കാണില്ലേ, ബെൽറ്റൊക്കെ. ഓ, അത്. ഇപ്പം മനസ്സിലായി. അപ്പോൾ അതൊക്കെയാണല്ലേ. കൊള്ളാം, പൊളിക്കും. ഒന്ന് പോടി കളിയാക്കാതെ, ഞാൻ പറയുന്നെന്ന് കേക്ക്. ആ, പറ. എന്നിട്ട് ഇക്ക പോയപ്പോൾ ഞാൻ പിന്നെ അതിലേക്കൊന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. എല്ലാം അവിടെ ഒരു മൂലയിൽ കിടക്കുന്നുണ്ടായിരുന്നു. ഇന്നാണെങ്കിൽ അനിയൻ ചെക്കൻ റൂം സെറ്റാക്കാൻ 3 കുരുപ്പുളയും കൂട്ടി വന്നിരുന്നു. ആഹാ, എന്നിട്ട് അതിലൊരുത്തൻ അതെല്ലാം കണ്ടടി. ഏ, അതെല്ലാമോ? ആടി, എല്ലാം. അപ്പോൾ മൊത്തം എത്ര ഐറ്റംസ് ഉണ്ട്? അതൊക്കെ കുറേ ഉണ്ടടി. എടി കള്ളി, എനിക്കൊന്നും നീ അത് പറഞ്ഞു തന്നില്ലല്ലോ. ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം. ഞങ്ങൾ ചുമ്മാ കോഴികളെ പോലെ ഒന്ന് മറിയും, അത്ര തന്നെ. ഇതൊക്കെ അറിഞ്ഞിരുന്നെങ്കിൽ ഒന്ന് കളറാക്കാമായിരുന്നു. കളറല്ല, എന്നെക്കൊണ്ട് നീ ഒന്നും പറയിപ്പിക്കണ്ട. ഒരു സഹായത്തിന് വിളിച്ചപ്പോൾ അവൾക്ക് അവളുടെ കാര്യം. എടി സോറി. അല്ല, എന്നിട്ടവൻ എന്തു പറഞ്ഞു? അവൻ എന്തൊക്കെയോ ചോദിക്കുന്നുണ്ടായി. ഞാനൊന്നും പറഞ്ഞില്ല.
പക്ഷേ എൻ്റെ പേടി അതല്ല, ഇനി അവനെങ്ങാനും അനിയനോടും കൂട്ടുകാരനോടും പറയുമോ എന്നാണ്. ഏയ്, അങ്ങനെ പറയൊന്നുമില്ലടി, നീ ചുമ്മാ പേടിക്കണ്ട. അല്ലടി, അവൻ പറയും. അവനെ കണ്ടാ അറിയാം. നീ എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു താ. അതിപ്പോൾ ഞാനെന്ത് പറയാനാ, നീ അവനോട് ഒന്ന് സംസാരിച്ച് നോക്ക്. പിന്നെ കുറച്ച് പഞ്ചസാരയൊക്കെ ഇട്ട് നോക്ക്, എന്നാലേ നടക്കൂ. എടി, അതൊന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അവൻ വന്നപ്പോഴേ എന്നെ നോട്ടിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതും കൂടി ആയപ്പോൾ ഒന്നുകൂടി സ്ട്രോങ് ആയി. അതിപ്പോൾ നിന്നെ കണ്ട ആരാ നോക്കാത്തത്? എന്തിനു പറയണേ, ഈ ഞാൻ പോലും നോക്കിയിട്ടുണ്ട്. എന്നിട്ടാ. ഓഫ്, ഒന്ന് പോടിയല്ലാതി. നിന്റെ ഉദ്ദേശം ഇപ്പോഴും മാറിയില്ലല്ലേ? അതൊന്നും നടക്കില്ലല്ലോ. നടന്നു കഴിഞ്ഞാൽ നോക്കാം മാറ്റണോ വേണ്ടിയെന്ന്. ഓഫ്, ഇവളെ കൊണ്ട്. ഞാൻ കരുതി കെട്ടിയൻ്റെ സഹായത്തിൽ നീ അടങ്ങിക്കാണുമെന്ന്. നീ ഇപ്പോഴും അതും കാത്തിരിക്കാനോടി. എല്ലാം ഒരു രസമല്ലേ മോളെ. നിനക്ക് ബെൽറ്റ് ഇഷ്ടപ്പെട്ടു, എനിക്ക് കത്രികയും, അത്രയേ ഉള്ളൂ, അവൾ പറഞ്ഞു. അല്ല, എന്നിട്ട് നീ വല്ലതും ഒപ്പിച്ചോ? ഏയ്, അതൊന്നുമില്ല. ഒന്ന് പോടി, നുണ പറയാതെ. എനിക്കറിയാം നീ ഇടയ്ക്ക് ഷഹാനയുടെ വീട്ടിൽ പോകുന്ന കാര്യം. നീ എന്നോട് കള്ളം പറയണ്ട. ആര് പറഞ്ഞു? നീ ചുമ്മാ ഓരോന്ന് പറയല്ലേ. ഞാൻ അങ്ങനെയൊന്നും പോയിട്ടൊന്നുമില്ല. വേണമെങ്കിൽ നീ അവളോട് ചോദിച്ചു നോക്ക്, അവൾ പറഞ്ഞു. ആ, നല്ല ആളാ. കോളേജിലെ പരിപാടി അന്ന് 2 പേരുമായി കാറിൽ നിന്നും പൊക്കിയവളാ. അവളൊക്കെ ചത്താലേ അവളുടെ തോര അടങ്ങും, ഞാൻ പറഞ്ഞു. അല്ലടി, അവളിപ്പോൾ കുടുംബിനിയൊക്കെ ആയില്ലേ. ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല, പാവ. എന്തായാലും നിന്റെ വീടിനടുത്തല്ലേ അവളും വന്ന് പെട്ടത്. കെട്ടിയന്മാർ ഗൾഫിലും. 2 പേർക്കും തോണി തുഴയാൻ കോലില്ലെങ്കിലും തോണി ഫുൾ വെള്ളത്തിലാണെന്ന് ഞാൻ അറിയുന്നുണ്ട് മോളെ. ഒന്ന് പോടി, നീ ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ. അവളത് പറഞ്ഞതും മുകളിൽ നിന്നും താത്താ താത്താന്ന് ഒരു വിളി ഞാൻ കേട്ടു. എടി, ആ ചെക്കൻ വിളിക്കുന്നുണ്ട്. ഞാൻ എങ്ങനെയാ അവൻ്റെ മുഖത്ത് നോക്കുക? അതൊന്നും നീ നോക്കണ്ട. നീ ഒന്നും അറിയാത്ത പോലെ നിന്നാ മതി. ശരിയടി, ഞാനെന്നാ പോയി നോക്കട്ടെ. ഒരുപാട് പ്രതീക്ഷിച്ചാണ് ഞാൻ അവളെ വിളിച്ചത്. പക്ഷേ അവളുടെ അടുത്തൊന്നും ഞാൻ വിചാരിച്ച പോലെ ഒരു ഐഡിയ എനിക്ക് കിട്ടിയില്ല. അത് മാത്രമല്ല, അവളിപ്പോഴും എന്നെ കത്രിക പരിപാടിക്ക് ക്ഷണിക്കുകയാണ്. പണ്ട് മുതലേ അവളൊരു കോഴിയാണ്. അവൾക്ക് പൂവനോ പെടയോ അങ്ങനെ ഒന്നുമില്ല. ആരെയും നോക്കും. വെറും നോട്ടം മാത്രമല്ല കേട്ടോ, തൂക്കവും ഭാരവും അവൾ അളന്നെടുക്കും. പല സാഹചര്യത്തിലും പലതും പറഞ്ഞ് എന്നെ കുറെ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട്. എനിക്ക് പിന്നെ ആ ഒരു മോഹം മനസ്സിൽ കയറാത്തതുകൊണ്ട് പല രീതിയിലും ഞാൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി. പക്ഷേ അവളിപ്പോഴും പലതും ഒപ്പിക്കുന്നുണ്ട്. ഒരൈഡിയയും കിട്ടാതെ മനസ്സില്ലാ മനസ്സോടെ ഞാൻ പതിയെ സ്റ്റെപ്പ് കയറി അങ്ങോട്ടേക്ക് ചെന്നു. ഇത്താ, ഫൈസലിനെ ഒന്ന് വിളിക്കാമോ? ഞാൻ വിളിച്ചിട്ട് അവൻ എടുക്കുന്നില്ല. എന്നാ മറ്റേ ഫ്രണ്ടിൻ്റെ ഫോണിൽ നിന്നും ഒന്ന് വിളിച്ചു നോക്കിക്കൂടെ? ഞാൻ മുഖത്ത് നോക്കാതെ പലയിടത്തായി നോക്കിക്കൊണ്ട് അവനോട് പറഞ്ഞു. അതിത്താ, അവൻ്റെ ഫോണിൽ ബാലൻസ് ഇല്ല. ഇത്തൊന്ന് വിളിച്ചിട്ട് ഫോൺ തരോ? 2-3 സാധനങ്ങൾ കൂടി ഞങ്ങൾക്ക് വേണമായിരുന്നു. അവൻ്റെ ഉദ്ദേശം എങ്ങോട്ടാണ് പോകുന്നതെന്ന് എനിക്കൊരു എത്തും പിടിയും കിട്ടിയില്ല. ഇനി അവൻ കാര്യമായി പറഞ്ഞതാണോ, അല്ലെങ്കിൽ ഇനി എൻ്റെ ഫോൺ നമ്പർ വാങ്ങി വല്ല നമ്പർ ഒപ്പിക്കാനാണോ? ഞാൻ പതിയെ താഴേക്കിറങ്ങാൻ തുടങ്ങി. താഴേക്കിറങ്ങി റൂമിലേക്ക് ചെന്നപ്പോൾ കുട്ടി ഫോണുമായിരിക്കുന്നു. കുട്ടിയുടെ കയ്യിൽ നിന്നും ഓരോന്ന് പറഞ്ഞ് ഞാൻ ഫോൺ കൈക്കലാക്കി. പക്ഷേ എൻ്റെ മനസ്സ് മുഴുവൻ ഞാൻ ഈ ചെയ്യുന്നത് തെറ്റാണോ എന്നൊരു വിങ്ങലായിരുന്നു. മറുവശം ആലോചിക്കുമ്പോൾ ഉള്ളിൽ പല ആഗ്രഹങ്ങളും പൊട്ടി വിരിയുന്നുണ്ടോ എന്നും തോന്നിപ്പോയി. എന്തായാലും അവൻ ചെയ്യാനുള്ളത് ചെയ്യട്ടെ എന്നും വെച്ച് ഞാൻ ഫോണുമായി അവൻ്റെ അടുത്തേക്ക് നടന്നു. ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കാല് വെച്ചതും മുറ്റത്ത് ബൈക്ക് വന്നതിൻ്റെ സൗണ്ട് ഞാൻ കേട്ടു. നിങ്ങളിത് എങ്ങോട്ടാ? സ്റ്റെപ്പ് കയറാൻ നിൽക്കുന്ന എന്നെ കണ്ട് ഫൈസൽ ചോദിച്ചു. കൂടെ അവൻ്റെ ഒരു കൂട്ടുകാരനും ഉണ്ടായിരുന്നു. നിന്റെ ഫോൺ എവിടെ? നീ എന്താ ഫോൺ വിളിച്ചിട്ട് എടുക്കാത്തത്? ആര് വിളിച്ചു? നിങ്ങളെന്നെ വിളിച്ചായിരുന്നോ? ഞാനല്ല, നിന്റെ ചങ്ങായിയല്ലേ പറഞ്ഞത് നിന്നെ വിളിച്ചിട്ട് നീ കോൾ എടുക്കുന്നില്ലെന്ന്. ആര്? അവരാരും എനിക്ക് വിളിച്ചില്ലല്ലോ. ആ, അതൊന്നും എനിക്കറിയില്ല. നീ തന്നെ ചോദിച്ചു നോക്ക്. അതും പറഞ്ഞ് ഞാൻ റൂമിലേക്ക് തന്നെ നടന്നു. കൊണ്ടുവന്ന കവറുമായി അവർ മേളിലേക്ക് കയറി.
റൂമിൽ ചെന്ന എനിക്കൊരു കാര്യം മനസ്സിലായി. അവൻ എന്തായാലും ഫൈസലിനെ വിളിച്ചിട്ടില്ല. എൻ്റെ ഫോണും വാങ്ങി അതിൽ നിന്നും എൻ്റെ നമ്പർ ഒപ്പിക്കാനായിരുന്നു അവൻ്റെ പ്ലാൻ. അവനെന്നെ നോട്ടമിട്ടിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. പക്ഷേ കണ്ട കാര്യങ്ങൾ അവൻ ഫൈസലിനോടും കൂട്ടുകാരോടും പറയുമോ എന്നായിരുന്നു എൻ്റെ ഭയം. കാരണം എനിക്ക് ഫൈസൽ ഭർത്താവിൻ്റെ അനിയനാണ്. പക്ഷേ അവർക്ക് കട്ട ചങ്കാണ്. എൻ്റെ മണ്ട വീണ്ടും പുകയാൻ തുടങ്ങി. ഞാനും ഫൈസലും ഇതുവരെ അങ്ങനൊരു നോട്ടം പോലും നോക്കിയിട്ടില്ല. അവനെങ്ങാനും എല്ലാം പറഞ്ഞ ഇനിയുള്ള അവൻ്റെ പെരുമാറ്റം എങ്ങനെയാകുമെന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. ഫൈസലിൻ്റെ വിളി വരല്ലേ എന്നോർത്ത് ഫോണും എടുത്ത് ഞാൻ കട്ടിലിരുന്നു. ഒരു മനസ്സമാധാനമില്ലാത്ത അവസ്ഥ. അത് കാരണം ഞാൻ വീണ്ടും ഷംനെ വിളിക്കാൻ തീരുമാനിച്ചു. ഫോണെടുത്ത് വിളിക്കാനൊരുങ്ങിയതും അവളിതാ ഇങ്ങോട്ട് വിളിക്കുന്നു. എടി, എന്താ എടി? അറിയാനുള്ള ആകാംക്ഷയോടെ അവൾ എന്നോട് ചോദിച്ചു. ഒന്നും ആയില്ലടി, പക്ഷേ മിക്കവാറും വല്ലതുമാകും. എന്തു പറ്റിയടി? ആരോടെങ്കിലും അവൻ പറഞ്ഞോ? ഇല്ല, പക്ഷേ അവനിപ്പോൾ എൻ്റെ നമ്പർ ഒപ്പിക്കാനുള്ള തിരക്കില. ഓഹോ, അപ്പോൾ അവിടെ വരെ ആയില്ലേ കാര്യങ്ങൾ? ആ, അവനെ പറഞ്ഞിട്ടും കാര്യമില്ല. നിന്നെ കണ്ട മുതൽ അടങ്ങിയിരിക്കുന്നുണ്ടാവില്ല അല്ലടി. മുകളിലെ റൂമിൽ ബാത്റൂം ഇല്ലേ? ആ, ഉണ്ടല്ലോ. എന്താടി? ഏ, ഒന്നുമില്ല. അപ്പോൾ പിന്നെ ബാക്കി അവൻ നോക്കിക്കോളും. ഏ, എന്തൊക്കെയാടി നീ പറയുന്നത്? നിന്നെ വിളിച്ചാൽ ഇതാ പ്രശ്നം. ഒന്നും മനസ്സിലാത്ത രീതിയിൽ നീ ഓരോന്ന് പറയൂ. ഞാൻ പറഞ്ഞു. അതിന് നിനക്ക് മനസ്സിലാവാത്തത് എൻ്റെ കുറ്റാണോ? ഇതിപ്പോൾ ഒരു ചെക്കൻ പറയുകയാണെങ്കിൽ നിനക്ക് മനസ്സിലാവുമല്ലോ അല്ലേ? എന്നിട്ട് ബാക്കി പറ. നീ നമ്പർ കൊടുത്തോ? അവൾ ചോദിച്ചു. ആ, ഞാൻ ഒലക്ക കൊടുക്കും. എനിക്ക് അതല്ലേ പണി, കണ്ടവർക്ക് നമ്പർ കൊടുക്കാൻ. അല്ലടി, അവൻ ആളെങ്ങനാ? കൊള്ളാവോ? ഓഫ്, എടി കഴുതേ, നിന്റെ കെട്ടിയോൻ അവിടെ കിടപ്പില്ലേ? ഗൾഫിലേക്ക് പോയിട്ടൊന്നും ഇല്ലല്ലോ. ആ, അതൊക്കെ അടുത്ത മാസം പോകും. നീ ഇത് പറ, ചെക്കൻ കൊള്ളാവോ? ഓഫ്, ഇതെന്തൊരവസ്ഥയാണ്? മനുഷ്യനെവിടെ തീരുന്നിരിക്കുമ്പോഴാണ് അവൾക്ക് വീണ വായന. ഏത് നേരത്താണെന്നാവോ നിന്നോട് ഇത് പറയാൻ തോന്നിയത്? എടി മുബീന, ഒന്ന് പറ. നീ പഴയ കാലമൊക്കെ മറന്നോ? ഇപ്പോൾ നീ ഒരു പുണ്യം വളർത്തി. പറയടി, കൊള്ളാവോ? ഓഫ്, പണ്ടാരടങ്ങാൻ. ആടി, കൊള്ളാം. കാണുന്ന തരക്കേടില്ല. മതിയോ? ആണോ? ചേ, നിന്റെ വീട്ടിലായിപ്പോയി. ഇവിടെ വല്ലതുവാണെങ്കിൽ ഞാൻ പൊളിച്ചാനെ. എന്ത്, തേങ്ങയോ? അതിതുവരെ പൊളിഞ്ഞില്ലേ? അതിനെ പറ്റിയ ഒലയ്ക്കൊന്നും ഇവിടെ ആരുടെയും കയ്യിലില്ല. ഞാൻ കുറെ തിരഞ്ഞതാ. അല്ല മോളെ, മോൾക്കും ഉണ്ടായിരുന്നല്ലോ ഈ ഉലക്കമോഹം. ഡി, മിണ്ടാതിരുന്നോ? നിന്റെ തല ഞാൻ തല്ലിപ്പൊട്ടിക്കും ആ ഒലക്ക കൊണ്ട്. ഒരു കാര്യം ചോദിക്കാൻ വിളിച്ചിട്ട്. എൻ്റെ മോളെ, നീ പിണങ്ങല്ലേ. നിനക്ക് പറയാൻ പറ്റുന്നില്ലെങ്കിൽ അവൻ്റെ നമ്പർ എനിക്ക് സംഘടിപ്പിച്ചതാ. ഞാൻ പറഞ്ഞോളാം അവനോട്. അല്ലെങ്കിൽ ഞാനൊരു കാര്യം ചെയ്യാം, ഞാനങ്ങോട്ട് വരാം. അതാവുമ്പോൾ എനിക്ക് നേരിട്ട് അവനെ പറഞ്ഞ് മനസ്സിലാക്കാലോ. ആ, ബെസ്റ്റ്. കാക്കയുടെ വിശപ്പ് മാറും, പശുവിൻ്റെ കടിയും മാറും. നിന്നെ ഞാൻ സമ്മതിച്ചു മോളെ. എങ്ങനെ സാധിക്കുന്നു നിനക്കിത്? ഞാൻ ചോദിച്ചു. ആ, വേണ്ടെങ്കിൽ വേണ്ട, നീ തന്നെ പറഞ്ഞോ. അവസാനം എല്ലാം ഫൈസൽ അറിയണം. പിന്നെ അവനത് ഉമ്മയോടും ഉപ്പയോടും കൂട്ടുകാരൊക്കെ പറഞ്ഞു നടക്കണം. അപ്പോഴേ നീ പഠിക്കൂ. ഞാൻ പോണ്. ആ കോന്തം വിളിക്കുന്നുണ്ട്. എടി, പോകല്ലേ, എനിക്കാകെ പേടിയാവുന്നു. എടി, ഞാൻ പോട്ടെ. അങ്ങനെ അവിടെ കിടന്ന് അലറുന്നുണ്ട്. ഞാൻ പിന്നെ വിളിക്കാം. അതും പറഞ്ഞ് അവൾ പോയപ്പോൾ ഞാൻ ശരിക്കും പേടിച്ചു. ഇതുവരെ വീട്ടുകാരെ കൊണ്ട് ഒരു മോശവും പറയിപ്പിക്കാതെ നടന്ന ഞാൻ ഇനിയെല്ലാം അവരറിഞ്ഞ എന്ത് ചെയ്യണമെന്നറിയാതെ ഞാനാകെ വിഷമിച്ചിരുന്നു. മുബീന, നീ ഇതെവിടെ പോയി കിടക്ക? കിട്ടിയില്ലേ നിനക്ക്? ഞാൻ പതിയെ കൊട്ടയും എടുത്ത് ഉപ്പിയുടെ അടുത്തേക്ക് ചെന്നു. നീ എന്താ അവിടെ പോയി കൊട്ടുണ്ടാക്കുമായിരുന്നോ? എത്ര നേരമായി പോയിട്ട്? അതുപ്പ ഞാൻ നോക്കിയപ്പോൾ അവിടെ കണ്ടില്ല, അതാ. ആ, കാണില്ല. പ്രായം ഇപ്പോൾ അതല്ലേ. അല്ല, എൻ്റെ കെട്ടിയോളവിടെ. ഇവിടെ വരേണ്ട സമയം കഴിഞ്ഞല്ലോ. അറിയില്ല ഉപ്പ, അവിടെ ഉണ്ടായിരുന്നു. ഞാനൊന്ന് നോക്കട്ടെ. വേണ്ട, എവിടെയെങ്കിലും ഇരുന്നോട്ടെ, ഇങ്ങോട്ട് വിളിക്കണ്ട. അല്ല മോളെ, എന്താ നിന്റെ മുഖത്തൊരു തെളിയില്ലാത്തെ? ഉപ്പ ചോദിച്ചു.
ഏയ് ഒന്നുമില്ല ഉപ്പ, ഉപ്പാക്ക് ചുമ്മാ തോന്നുന്നതാ. അതെന്തായാലും അല്ല. എന്താന്ന് എനിക്ക് മനസ്സിലായി. അവനിങ്ങ് വന്നോളൂ മോളെ, നീ വിഷമിക്കണ്ട. പിന്നെ നീ ഇങ്ങനെ ആവശ്യമില്ലാത്തൊന്നും ചിന്തിക്കണ്ട. അതാണ് നിന്റെ പ്രശ്നം. ഓ, നിങ്ങൾ വന്നോ? ഉമ്മ ഒരു ചക്കയുമായി വീട്ടിലേക്ക് കയറി വന്നു. ഇല്ല, ഞാൻ വന്നിട്ടില്ല. ഉപ്പ ഉമ്മയുടെ ദേഷ്യത്തോടെ പറയുന്ന കേട്ട് ഞാൻ അവിടുന്ന് മെല്ലെ റൂമിലേക്ക് നടന്നു. ഓഹ്, എന്താ ഒരു ചക്ക! ആരും വളമൊന്നും ഇടേണ്ട ആവശ്യമില്ല. നല്ല മൂത്തിരിക്ക. ഉപ്പ അത് പറയുന്ന കേട്ട് തിരി നടക്കുന്ന ഞാൻ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞു നോക്കി. ഉപ്പ അപ്പോൾ ചക്കയും എടുത്ത് ഉമ്മയ്ക്ക് വെട്ടാനായി ടേബിളിലേക്ക് പൊക്കി വെക്കുമായിരുന്നു. എൻ്റെ ഉള്ളിലെത്തി അത് കണ്ടപ്പോൾ ഒന്ന് അടങ്ങി. ഏതൊരു നിമിഷം കൊണ്ട് ഞാൻ ആകെ തീയിൽ കുളിച്ചു. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസം തന്നെ. ഞാൻ മനസ്സിൽ പ്രായിക്കൊണ്ട് റൂമിലേക്ക് നടന്നു. റൂമിൽ ചെന്ന് കുളിച്ച് ഫ്രഷായി ഞാൻ അടുക്കളയിൽ പോയി ഫുഡെല്ലാം കഴിച്ചിരിക്കുമ്പോൾ ഫൈസൽ അങ്ങോട്ട് വന്നു. അവനെ കണ്ടതും എൻ്റെ നെഞ്ചൊന്ന് പിടച്ചു. ഇപ്പോൾ കഴിക്കുന്നതേ ഉള്ളൂ? എന്നെ കണ്ടതും അവൻ ചോദിച്ചു. ആടാ, കുറച്ച് വൈകി. നിങ്ങൾ കഴിച്ചില്ലേ? ആ, ഞങ്ങൾ കഴിച്ചു. അതും പറഞ്ഞ് അവൻ എൻ്റെ അടുത്തിരുന്നു. ഇത്രയും കാലത്തിനിടയ്ക്ക് അവൻ്റെ കൂടെ ഇരുന്നിട്ട് പോലുമില്ല. എൻ്റെ ഉള്ളിൽ തീ കത്തിപ്പടരാൻ തുടങ്ങി. ഇത്തയുടെ സാധനങ്ങളെല്ലാം അവരെടുത്ത് തന്നില്ലേ? എൻ്റെ അടുത്തിരുന്നുകൊണ്ട് അവൻ ചോദിച്ചു. അതും കൂടി കേട്ടപ്പോൾ തീയും പുകയും ഒരുമിച്ച് പടരാൻ തുടങ്ങി. ഇങ്ങനെ അടുത്തു വന്നിരിക്കാത്തവൻ്റെ ആ ഇരുത്തം എനിക്കെന്തോ പന്തയോട് തോന്നി. കൂടെ അവൻ്റെ ആ ചോദ്യവും. മറുപടി ഒന്നും പറയാതെ ഞാനൊന്ന് മൂളി. അവൻ എന്തോ പറയാൻ തുടങ്ങിയതും ഉമ്മ അങ്ങോട്ട് കയറി വന്നു. എന്താടാ, നീ ഒന്നും കഴിച്ചില്ലേ? ആ, കഴിച്ചു ഉമ്മ. പിന്നെ എന്തിനാടാ അവളുടെ വായിലും നോക്കി നിൽക്കുന്നത്? എടുത്ത പാടെ ഉമ്മ അവനോട് ചോദിച്ചു. ഉമ്മ അങ്ങനെയാ, ആരെയും ഒരു പേടിയില്ല. അതുപോലെ തന്നെ എന്തവിടെ പറയണം, എങ്ങനെ പറയണമെന്ന് ഒരറിവുമില്ല. ഉമ്മയുടെ ആ ചോദ്യം അവന് തീരെ ഇഷ്ടപ്പെട്ടില്ല. എൻ്റെ അടുത്തിരുന്ന ഫൈസൽ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി. അവനെല്ലാം ഫൈസലിനോട് പറഞ്ഞോ? അങ്ങനെയാണെങ്കിൽ അവൻ്റെ ഉദ്ദേശം എന്തായിരിക്കും? എന്തിനായിരിക്കും അവൻ എൻ്റെ അടുത്ത് വന്നിരുന്നത്? പണ്ടത്തെ സ്വഭാവമാണെങ്കിൽ അങ്ങോട്ട് ചെന്ന് കാര്യം നടത്താമായിരുന്നു. പക്ഷേ കല്യാണം കഴിയുന്ന മുതൽ ഒരു കുടുംബിനി, അത് മാത്രമായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ കാര്യങ്ങളുടെ പോക്കെല്ലാം അതെല്ലാം മറികടക്കുമോ എന്നൊരു പേടി എൻ്റെ മനസ്സിൽ കയറാൻ തുടങ്ങി. പാതി ചോറും കഴിച്ച് പാത്രം കഴുകാനായി ഞാൻ എഴുന്നേറ്റപ്പോൾ, എന്താടി, നിനക്ക് ചോറ് ഇറങ്ങുന്നില്ലേ? കണ്ണും മിഴിച്ച് ഉമ്മ എന്നോട് ചോദിച്ചു. മതി ഉമ്മ, പോകുന്നില്ല. എന്നാൽ പിന്നെ നിനക്കായും തന്നെ കുറച്ചിട്ടാ പോരെ? വെറുതെ വേസ്റ്റായില്ലേ? അരിക്കൊക്കെ ഇപ്പോൾ എന്താ വില? ഉമ്മയ്ക്കുള്ള മറുപടി മനസ്സിൽ പറഞ്ഞുകൊണ്ട് ഞാൻ ആ പ്ലേറ്റ് അവിടെ വെച്ച് റൂമിലേക്ക് നടന്നു. എൻ്റെ പോക്ക് കണ്ട് ഉമ്മ പലതും പിറുപിറുക്കുന്നുണ്ടായിരുന്നു. പക്ഷേ എൻ്റെ ടെൻഷനിൽ ഞാൻ അതൊന്നും കാര്യമാക്കിയില്ല. റൂമിൽ ചെന്ന് ഞാൻ കുട്ടിയെ നോക്കിയപ്പോൾ കുട്ടിയെ റൂമിൽ കാണുന്നില്ല. പേടിയോടെ ഞാൻ റൂമിൽ നിന്നും ഇറങ്ങി ഹോളിലും സിറ്റ് ഔട്ടിലുമെല്ലാം തിരക്കി. പക്ഷേ അവിടെയൊന്നും കുട്ടിയെ ഞാൻ കണ്ടില്ല. ഉമ്മയോട് ചോദിച്ചാൽ മുട്ടൻ ചീത്തവിളി കേൾക്കേണ്ടി വരുമെന്നറിയാവുന്നത് കൊണ്ട് ഞാൻ ആ വഴിക്ക് പോയില്ല. ആരോട് ചോദിക്കുമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് മുകളിലെ കാര്യം ഓർമ്മ വന്നത്. ഇനിയെങ്ങാനും അങ്ങോട്ട് കയറിപ്പോയോ? ഇതുവരെ അങ്ങനെയൊന്നും പോയിട്ടില്ലെങ്കിലും ഇനി ഞാൻ അവിടെയും കൂടി തിരയാൻ ബാക്കിയുള്ളൂ. എന്നാൽ എനിക്ക് അങ്ങോട്ട് കയറി നോക്കാൻ നല്ല പേടിയും ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിയുടെ കരച്ചിലോ സൗണ്ടും കേൾക്കാത്തതുകൊണ്ട് എനിക്ക് പിന്നെ വേറൊരു ഓപ്ഷനും ഉണ്ടായിരുന്നില്ല. വരുന്നത് വരട്ടെ എന്ന് വിചാരിച്ച് ഞാൻ പതിയെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി. സ്റ്റെപ്പ് കയറി മുകളിലത്തെ ഹോളിലെത്തിയതും ഫൈസൽ അവളെ കയ്യിലെടുത്തുകൊണ്ട് ഫോണിൽ ഗെയിം കളിപ്പിക്കുന്നു. ഇങ്ങനൊരു സ്നേഹപ്രകടനം ആദ്യമായിട്ടാണ് അവനിൽ നിന്നും ഞാൻ കാണുന്നത്. സാധാരണ ഒന്നെടുക്കും, അല്ലെങ്കിൽ കുറച്ചു നേരം കളിപ്പിക്കും. പിന്നെ ഇടയ്ക്കൊക്കെ കടയിൽ നിന്നും വരുമ്പോൾ മിഠായും കൊണ്ടുവരും. പക്ഷേ റൂമിൽ നിന്നും കുട്ടി എടുത്തുകൊണ്ട് പോയി കളിപ്പിക്കാൻ മാത്രം അവൻ എന്തോ പറ്റിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പായി. ഞാൻ അവൻ്റെ പിറകിൽ നിൽക്കുന്ന കാര്യം അവൻ അറിഞ്ഞതുപോലുമില്ല. കുട്ടിയെ ഗെയിം കളിപ്പിക്കുമ്പോൾ അവൻ്റെ മനസ്സ് വേറെ എവിടെയായിരുന്നു. എനിക്കാണെങ്കിൽ അവൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു ആ നിമിഷം. ഇക്കയുടെ ഭാര്യയാണ് ഞാനെന്ന് അവൻ മറക്കുമോ? അവനിനി എന്നെ വേണോ? എന്തായിരിക്കും അവൻ്റെ ഉദ്ദേശം?
രണ്ടും കൽപ്പിച്ച് കുറച്ചു നേരത്തേക്ക് എല്ലാം കടിച്ചൊതുക്കി ഞാൻ മോളെ വിളിച്ചു. ഡീ കള്ളത്തി, നീ ഇവിടെ വന്നിരിക്കുകയാണോ? നിന്നെ ഞാൻ എവിടെയെല്ലാം തിരഞ്ഞു. എൻ്റെ ശബ്ദം കേട്ടതും ഫൈസൽ നെട്ടി തിരിഞ്ഞു നോക്കി. ആ, ഇത്തായിരുന്നോ? ഞാനാ ഇവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഇത്ത കുറേ തിരഞ്ഞായിരുന്നു. ആ, പിന്നെ അല്ലാതെ, ഞാൻ എത്ര നേരമായി തിരയുന്നു. നിനക്കൊന്ന് പറയാറുന്നില്ലേ? അത് പിന്നെ പറയാന്ന് വെച്ചാൽ അടുക്കളയിൽ ഉമ്മ ഉണ്ടായിരുന്നു നിങ്ങളുടെ കൂടെ. അതാ പിന്നെ ഞാൻ പറയാതെ ഇങ്ങോട്ട് ഇവളെ കൊണ്ടുവന്നത്, അവൻ പറഞ്ഞു. കൊള്ള, ഗെയിം കളിച്ച് സുഖിച്ചിരിക്കുക അവള്. മതി, ഇങ്ങോട്ട് വന്നേ, ഇന്ന് കുളിച്ചിട്ടില്ല. ഇവിടെ ഇരുന്നോട്ടെ ഇത്ത, ഇത്ത പൊക്കോ, ഞാൻ നോക്കിക്കോളാം, അവൻ പറഞ്ഞു. വേണ്ടടാ, അവളിന്ന് കുളിച്ചിട്ടില്ല, ഇങ്ങ് തന്നേക്ക്. ഞാൻ കുട്ടിയെ അവൻ്റെ കയ്യിൽ നിന്നും വാങ്ങി. അവൻ്റെ ഫോൺ കയ്യിലുള്ളതുകൊണ്ട് അവൾക്ക് വരാൻ തീരെ താല്പര്യമില്ലായിരുന്നു. അവൻ്റെ കയ്യിൽ നിന്നും കുറച്ച് കഷ്ടപ്പെട്ടാണ് അവളെ ഞാൻ എടുത്തത്. ആ സമയം അവൻ നോക്കി ചിരിക്കുന്നത് ഞാൻ കണ്ടു. കൈകൾ തമ്മിൽ കോർത്തപ്പോൾ ഞാൻ വേഗം കുട്ടിയെടുത്ത് കുറച്ച് ബാക്കിലേക്ക് നീങ്ങി നിന്നു. എന്തോ ഒരു ഉണർവ് കിട്ടിയ പോലെ ഞാനൊന്ന് ആക്റ്റീവായി. പെട്ടെന്ന് എൻ്റെ മുഖത്ത് ഒരു ചിരിയും വിടർന്നു. ഇത്ത, നിങ്ങളാകെ ക്ഷീണിച്ചല്ലോ, അവൻ എന്നെ നോക്കി ചിരിച്ചുകൊണ്ട് ചോദിച്ചു. അതേടാ, ഞാൻ ക്ഷീണിച്ചു. അതുകൊണ്ടായിരിക്കും നീ എനിക്ക് സഹായത്തിന് പുതിയ ആളെ കൊണ്ടുവരുന്നത്. സഹായത്തിന് ആളെയോ? ആര് പറഞ്ഞു? പിന്നെ എന്തിനാ മോൻ റൂമൊക്കെ ഒരുക്കുന്നത്? ഞങ്ങളെന്താ പൊട്ടന്മാരാണെന്നാണോ നീ വിചാരിച്ചത്? ഞാൻ ചോദിച്ചു. എന്തൊക്കെ എത്താ നിങ്ങളീ പറയുന്നേ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ഒന്ന് തെളിച്ചു പറ. ഡാ, നീ വല്ലാണ്ടങ്ങ് അഭിനയിക്കല്ലേ. പിന്നെ ആരെ കൊണ്ടുവരാനാടാ നീ ഇവിടെ മണിയറ ഒരുക്കുന്നത്? ഓ, അപ്പോൾ അതാണോ കാര്യം? കൊള്ളാം, കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ, അവൻ പറഞ്ഞു. ആ, അതൊക്കെ നീ കൂട്ടുകൂടുമ്പോഴേ എനിക്ക് മനസ്സിലായത് ചെക്കന് കല്യാണം കഴിക്കാൻ മുട്ടി നിൽക്കുകയാണെന്ന്. പിന്നെ ഞാനായിട്ടും ഒന്നും പറഞ്ഞിട്ടില്ല. നീ തന്നെ ഉമ്മയോട് പറഞ്ഞേക്കട്ടോ. അത്രയ്ക്കൊന്നും മുട്ടിയിട്ടില്ല ഇത്ത. എന്തായാലും ഒരു മുൻകരുതൽ വേണമല്ലോ, അതാ. ശരി, നടക്കട്ടെ. പ്രായം കൂടണ്ട, നല്ല പ്രായത്തിൽ കെട്ടാൻ നോക്ക്. എന്നാലേ എല്ലാത്തിനും ഒരു ഉഷാറുണ്ടാവും. ഞാൻ പോലും അറിയാതെ എൻ്റെ വായിൽ നിന്ന് പറഞ്ഞ സംസാരം എനിക്ക് പിടിച്ചു കെട്ടാനായില്ല. പണ്ട് കോളേജിൽ പഠിക്കുന്ന കാലത്തെ അതേ സംസാരവും കൊഞ്ചലും ഞാൻ അറിയാതെ പുറത്തേക്ക് വരുന്നുണ്ടായിരുന്നു. തീയുടെ അടുത്തേക്കാണ് ഞാൻ പെട്രോളും കൊണ്ട് പോകുന്നതെന്ന് എനിക്കപ്പോഴാണ് ബോധം വന്നത്. ഏയ്, ഉഷാറിനൊന്നും ഇപ്പോഴൊരു കുറവുമില്ല ഇത്ത. എൻ്റെ അതിരുവിട്ട വാക്കിന് ചിരിച്ചുകൊണ്ട് ഫൈസൽ മറുപടി നൽകി. ആ ഒരു നിമിഷത്തിൽ ഞങ്ങളുടെ കണ്ണുകൾ തമ്മിൽ അറിയാതെ ഒന്നുടക്കി. പെട്ടെന്ന് തന്നെ പുറകിൽ നിന്നും ആരോ വിളിക്കുന്നത് കേട്ട് രണ്ടുപേരും ബോധത്തിലേക്ക് വന്നു. ഡാ, പോയാലോ? ആ പണിയെല്ലാം കഴിഞ്ഞു. കൂട്ടുകാരനാണ് അതും പറഞ്ഞ് അങ്ങോട്ട് വന്നത്. ആടാ, പോകാം. അതും പറഞ്ഞ് ഫൈസൽ അവിടെ നിന്ന് എഴുന്നേറ്റ് അവൻ്റെ പിറകിലായി നടന്നു. പെട്ടെന്ന് അവൻ തിരിഞ്ഞ് എൻ്റെ അടുത്തേക്ക് തന്നെ വരുന്നത് കണ്ട് ഞാനൊന്ന് പേടിച്ചു. ഇത്ത, ഇനി ഇത് ആരോടും പറയണ്ട. ഇതൊക്കെ എല്ലാവരും അറിഞ്ഞാൽ മോശമല്ലേ? അവൻ പറഞ്ഞത് എന്തുദ്ദേശിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി. എന്തറിഞ്ഞ? ഞാൻ അവനോട് ചോദിച്ചു. അല്ല ഇത്ത, ഈ കല്യാണക്കാര്യം ഞാൻ അതിനു വേണ്ടിയാണ് റൂമൊക്കെ ഒതുക്കുന്നതെന്ന് അറിഞ്ഞാൽ ഞാൻ പിന്നെ അവരുടെ മുഖത്തൊക്കെ എങ്ങനെ നോക്കും? ഓ, അതായിരുന്നോ? ആ, അതെ. ഇത്ത പിന്നെ എന്താ വിചാരിച്ചേ? ഏയ്, ഒന്നുമില്ല. ഞാനിത് ആരോടും പറയാനൊന്നും പോകുന്നില്ല. നീ എന്താന്ന് വെച്ചാൽ ചെയ്തോ. എൻ്റെ മറുപടി കേട്ട് ചിരിച്ചുകൊണ്ട് അവൻ കൂട്ടുകാരൻ്റെ പുറകെ പോയി. ഹോളിൽ ഞാനും കുട്ടിയും ഒറ്റയ്ക്ക്. ആ റൂമിൽ അവൻ്റെ മറ്റു രണ്ട് ഫ്രണ്ട്സുമുണ്ട്. ചുമര് തുളക്കുന്ന സൗണ്ടും കേൾക്കുന്നുണ്ട്. മറ്റവൻ എന്നെ കണ്ടാൽ പ്രശ്നമാകും എന്നറിയാവുന്നത് കൊണ്ട് ഞാൻ പതിയെ ഒച്ചയൊന്നും ഉണ്ടാക്കാതെ താഴേക്കിറങ്ങി. റൂമിൽ ചെന്ന് കുട്ടിയെ കുളിപ്പിച്ച് ഞാൻ കുറച്ചു നേരം ടി വി കാണാമെന്ന് വിചാരിച്ച് അവിടെ ഇരുന്നതും ഷംനയുടെ കോള് വന്നു. നടന്നതെല്ലാം അവളോട് പറയാമെന്ന് കരുതി ഞാൻ വേഗം കോളെടുത്തു. ഹലോ ഡി, എന്തായി? നീ ജീവനോടെ തന്നെ ഉണ്ടോ? ഫോൺ എടുത്തതും അവൾ എന്നോട് ചോദിച്ചു. അതെന്താടി നീ അങ്ങനെ ചോദിച്ചേ? അല്ല, ബെൽറ്റും കൊണ്ടല്ലേ നിന്റെ നടപ്പ്, അതുകൊണ്ട് ചോദിച്ചതാ.
ആടി, കളിയാക്ക് കളിയാക്ക്. ആകെയുള്ളൊരു കൂട്ടുകാരിലെന്ന് വെച്ചിട്ടാ നിന്നെ വിളിച്ച് എല്ലാം പറഞ്ഞത്. നീ തന്നെ ഇങ്ങനെ പറയണം. ഞാൻ പറഞ്ഞു. അയ്യോ, എൻ്റെ കുട്ടി പിണങ്ങിയോ? ഞാൻ ചുമ്മാ തമാശക്ക് പറഞ്ഞതല്ലേ. അതുപോട്ടെ, എന്തായി, വല്ലതും നടക്കുമോ? അവൾ ചോദിച്ചു. ആ, നടക്കും. മിക്കവാറും ഇന്ന് തന്നെ നടക്കും. വേണമെങ്കിൽ അവസാനമായി എന്നെ ഒന്ന് കാണാൻ വന്നോ നീ? ഏ, അതെങ്ങനെയാടി ഞാൻ വരുന്ന കാര്യം നീ അറിഞ്ഞത്? അവൾ ചോദിച്ചു. ഏ, നീ ഇങ്ങോട്ട് വരുന്നുണ്ടോ? അതേടി, ഇവിടെ ഇരുന്ന് ബോറടിച്ചു. കുറേ ആയില്ലേ നിന്നെ കണ്ടിട്ട്. ഒന്നങ്ങോട്ട് ഇറങ്ങാമെന്ന് വിചാരിച്ചു. എന്തിനാടി നീ നുണ പറയുന്നത്? നിനക്ക് ഈ ചെക്കന്മാരെ കാണാനല്ലേ? പോര്, എല്ലാവരും ഇവിടെ തന്നെ ഉണ്ട്. എന്താന്ന് വെച്ചാൽ ചെയ്തോ, ഞാൻ പറഞ്ഞു. ഏയ് അല്ലടി, അവരെ കാണുന്നോ അല്ല. നിന്നെയും കുട്ടിയും കണ്ടിട്ട് കുറേ ദിവസമായില്ലേ. എന്നാണെങ്കിൽ ഇങ്ങേര് വിടും. ഇങ്ങേർക്കിന്ന് ടി വിയിൽ എന്തോ കളിയുണ്ടെന്ന്. ഞാൻ ചുമ്മാ ഒന്ന് ചോദിച്ചപ്പോൾ അങ്ങേരുടെ സമ്മതവും കിട്ടി. അല്ല, അപ്പോൾ അവളവിടെ ഇല്ലേ, നിന്റെ കളിക്കൂട്ടുകാരി? ആ, അവൾ അവളുടെ വീട്ടിൽ പോയേക്കാം. 2 ദിവസമാകും വരാൻ. പിന്നെ നീ ഫോൺ വെക്ക്, ഞാൻ ഇറങ്ങട്ടെ. എന്നാലേ എനിക്ക് ഇരുട്ടു മുമ്പേ തിരിച്ച് വരാൻ പറ്റുള്ളൂ. അങ്ങനെ അവളുടെ വരവും കാത്ത് ഞാൻ സിറ്റ് ഔട്ടിൽ പോയി കാത്തിരുന്നു. അവൾ വന്നാൽ എല്ലാത്തിനും ഒരു ധൈര്യം കിട്ടുമെന്നോർത്ത് മനസ്സിൽ എനിക്കൊരു സമാധാനം തെളിഞ്ഞു. ഷംനയുടെ വീട്ടിലേക്ക് ഏകദേശം 15 മിനിറ്റ് യാത്രയുണ്ട്. എന്താ മോളെ, ആരെയാ നീ ഇവിടെ നോക്കിയിരിക്കുന്നത്? സിറ്റ് ഔട്ടിലേക്ക് വന്ന ഉപ്പ എന്നോട് ചോദിച്ചു. അതുപ്പ, എൻ്റെ കൂട്ടുകാർ വരുന്നുണ്ട്. അവളെ വെയിറ്റ് ചെയ്യുക. ഏത് കൂട്ടുകാരിയാ? അന്ന് വന്നിരുന്ന അവളാണോ? ഉപ്പ ചോദിച്ചു. ആ, അതെ. ഉപ്പാക്ക് അവളെ അറിയോ? പിന്നെ അല്ലാതെ, ആ തടിച്ചിട്ടുള്ളവൻ്റെ കെട്ടുകളല്ലേ. അവളെയൊക്കെ എങ്ങനെ മറക്കാനാ മോളെ? ഉപ്പ ഒന്നാക്കി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഉപ്പയല്ല, ഏതാണുങ്ങളായാലും ഓർത്ത് വെക്കും. അതിനുള്ള എല്ലാം അവളുടെ അടുത്തുണ്ട്. എങ്ങനെ ഇല്ലാതിരിക്കും? വർഗവ്യത്യാസമില്ലാതെയല്ലേ കാര്യങ്ങൾ അവൾ കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ മനസ്സിൽ അവർ കണ്ട രൂപം അതുപോലെ തന്നെ പതിഞ്ഞിട്ടുണ്ടാവും. അല്ല, ഉപ്പ എങ്ങോട്ടാ? ചായ വല്ലതും വേണോ? ഞാൻ ചോദിച്ചു. ഞാനൊന്ന് പുറത്തേക്ക് പോകാൻ ഇറങ്ങിയതാ മോളെ. ഇനിയിപ്പോൾ വയ്യ, കാലിന് നല്ല വേദന. ഉമ്മയെ കൊണ്ട് ഒന്ന് തൈലം പുരട്ടിക്കട്ടെ. ഷംനയെ കാണാനുള്ള ഉപ്പയുടെ അടവാണ് ആ കാലുവേദനയെന്ന് എനിക്ക് നല്ലതുപോലെ അറിയായിരുന്നു. നീ ഒരു ഗ്ലാസ് ചായയും എടുത്തേ, തൊണ്ടാകെ വറ്റിക്കുഴയുന്നുണ്ട്. ആ ഉപ്പ, ഞാൻ ഇപ്പോൾ കൊണ്ടുവരാം. വെറുതെ ഒരു ഫോർമാലിറ്റിക്ക് ചോദിച്ച എനിക്ക് ഉപ്പ പണി തന്നു. ഷംന വരുന്നതെന്ന് നോക്കി സിറ്റ് ഔട്ടിലെ ചെയറിൽ ഉപ്പ സ്ഥാനം പിടിച്ചു. ഉപ്പയുണ്ടെങ്കിൽ ഒന്നും നടക്കില്ല എന്നറിയാവുന്നതുകൊണ്ട് ഉപ്പയെ എങ്ങനെയെങ്കിലും മാറ്റാനുള്ള ഐഡിയ ഞാൻ ആലോചിച്ചു. കിച്ചണിൽ പോയി ഉപ്പാക്ക് ഒരു ഗ്ലാസ് ചായയും എടുത്ത് ഞാൻ നേരെ ഉമ്മയുടെ അടുത്തേക്ക് പോയി. ഞാൻ നോക്കുമ്പോൾ ഉമ്മ റൂമിൽ ഏതോ ബുക്കും വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താടി ഇത്? ആർക്കാണ് ഈ സമയത്തൊരു ചായ? ഞാൻ ചായ ഗ്ലാസും പിടിച്ച് നിൽക്കുന്നത് കണ്ട് ഉമ്മ ചോദിച്ചു. ഉപ്പ കാണുമ്മ, ഉപ്പ സിറ്റ് ഔട്ടിലിരിക്കുന്നുണ്ട്. ഏ, ഉപ്പാക്ക് ഈ നേരത്തെ ചായയോ? അങ്ങേർക്ക് ഇതെന്ത് പറ്റി? ഈ സമയത്ത് ചായ കുടിക്കാത്തതാണല്ലോ. ആ, എനിക്കറിയില്ല. ഞാനവിടെ ഷംനയും കാത്തിരിക്കായിരുന്നു. അപ്പോഴാ ഉപ്പ വന്നത്. ആദ്യം പറഞ്ഞു പുറത്ത് പോവാണെന്ന്. പിന്നെ പറഞ്ഞ് കാലിന് എന്തോ വേദനയുണ്ടെന്നും ഇപ്പോൾ പോകുന്നില്ലെന്നും പറഞ്ഞ് അവിടെ ഇരിക്കുന്നുണ്ട്. ഏ, അപ്പോൾ ഷംന വരുന്ന കാര്യം ഉപ്പയോട് നീ പറഞ്ഞോ? ആ, പറഞ്ഞു. എന്താ ഉമ്മ പ്രശ്നം? ഞാൻ അറിയാത്ത പോലെ ചോദിച്ചു. ഓ, അപ്പോൾ അതാണ് കാലുവേദനയുടെ കാര്യം. അന്നവൾ വിരുന്നിന് വന്നപ്പോഴേ ഞാൻ കണ്ടതാ അങ്ങയുടെ ഇളക്കം. ഉമ്മ അതും പറഞ്ഞുകൊണ്ട് വേഗം എഴുന്നേറ്റ് നേരെ ഉപ്പയുടെ അടുത്തേക്ക് ഓടി. ഉമ്മ ഇങ്ങനെ ഓടണമെങ്കിൽ അതിന് വ്യക്തമായൊരു കാരണമുണ്ടാവും. ഉമ്മ ഇങ്ങനെ ഓടാനുള്ള കാരണം നിങ്ങൾക്കറിയണ്ടേ? അന്ന് ഉമ്മ പറഞ്ഞ ആ വിരുന്നിൽ എല്ലാവരും കൂടി ഫുഡ് കഴിക്കുമ്പോൾ ഉപ്പാക്ക് വലിയൊരു ലെഗ് പീസ് കിട്ടി. ഉപ്പ അതും കടിച്ചുകൊണ്ട് ഞങ്ങളോട് പറഞ്ഞ തമാശ എന്താണെന്നറിയോ? ഓ, എന്തൊരു കാലായത്, കണ്ടിട്ട് നിന്റെ കാല് പോലെ ഉണ്ടല്ലോ. ഉപ്പ ഷംനയെ നോക്കിയത് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും മുഖത്തോട് മുഖം നോക്കി ആകെ അന്താളിച്ചു നിന്നു. ഷംനയുടെ ഭർത്താവ് ഒരു കോന്തനായതുകൊണ്ട് അങ്ങേര് അതൊന്നും കേട്ടുപോലുമില്ല. പക്ഷേ എല്ലാം കേട്ടും കണ്ടും ഉമ്മ അവിടെ ചോറിറങ്ങാതെ
കണ്ണും തുറച്ച് ശ്വാസം മാഞ്ഞു വലിച്ചിരിക്കുന്നുണ്ടായിരുന്നു. അന്ന് ഷംന പോയ ശേഷം ഒരു യുദ്ധം തന്നെയായിരുന്നു വീട്ടിൽ സംഭവിച്ചത്. അതിനുശേഷമെല്ലാം ഉമ്മക്കുപ്പയെ നല്ല സംശയമായിരുന്നു. പ്രത്യേകിച്ച് ഷംനയുടെ പേരും കൂടി കേൾക്കുമ്പോൾ ഉമ്മക്കറിയാം അവൾ ഏത് സാധനമാണെന്ന്. ഉമ്മയുടെ ബാക്കിലായി ഞാനും ഓടി ഉപ്പയുടെ അടുത്തേക്ക്. എന്താ മനുഷ്യ നിങ്ങളിവിടെ ഇരിക്കുന്നത്? നിങ്ങളല്ലേ പറഞ്ഞത് ആരെ കാണാൻ പോവാണെന്ന്? ആടി പോണം, പക്ഷേ ഇനിയിപ്പോൾ വയ്യ, കാല് നല്ല വേദന. ആ വേദന ഉണ്ടാകും, അതിൻ്റെ കാര്യം എനിക്കറിയാം. മര്യാദക്ക് എവിടെന്ന് വെച്ചാൽ പോക്കോ, ആ പെണ്ണ് വരുന്നത് കാത്ത് ഇവിടെ ഇരിക്കണ്ട. ഉമ്മ പറഞ്ഞത് കേട്ട് ഉപ്പയൊന്ന് നെട്ടി. ഏ ഏത് പെണ്ണ്? നീ എന്തൊക്കെയാ പറയുന്നേ? നിനക്കെന്താ വട്ടായോ? എനിക്കൊരു വട്ടുമില്ല, മര്യാദക്ക് എങ്ങോട്ടെങ്കിലും പോക്കോ, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കണ്ട. ഉമ്മ ഉപ്പയുടെ അടുത്ത് പോയി കസേരയിൽ നിന്നും ഉപ്പയെ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. എന്നാലും ഇവളിത് എങ്ങനെ അറിഞ്ഞു എന്ന സംശയത്തിൽ ഉപ്പ എന്നെ ഒന്ന് നോക്കി. ഞാനാണ് ഉമ്മയോട് പറഞ്ഞതെന്ന് ഉപ്പക്ക് മനസ്സിലായി. ഉപ്പ ദേഷ്യത്തോടെ എന്നെ ഒന്ന് നോക്കിയിട്ട് പുറത്തേക്കിറങ്ങി. അയാളുടെ ഒരു ലെഗ് പീസ് നിങ്ങൾക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഞങ്ങൾക്കുള്ളത് തന്നെയല്ലേ അവൾക്കുള്ളൂ. ഒരു വടിമേ തുണി ചുറ്റിയാൽ മതി, അപ്പോൾ തന്നെ പിന്നാലെ പോക്കോളും കിഴങ്ങ്. ഉമ്മ കലിപ്പിൽ അതും പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പോയി. ഉപ്പ കൊണ്ടാക്കിയ ചായ ഞാൻ തന്നെ കുടിച്ചുകൊണ്ട് തന്നെ അവിടെ അവളെ കാത്തിരുന്നു. ഒട്ടും വൈകാതെ തന്നെ അവൾ വന്നു. മുഖത്തെല്ലാം എന്തൊക്കെയോ വാരിപ്പൊത്തിക്കൊണ്ട് ഒന്ന് രണ്ട് മുടി ഫ്രണ്ടിലേക്കിട്ട് ഇതുവരെ കാണാത്ത പുതിയൊരു കോലത്തിലാണ് അവൾ വന്നിരിക്കുന്നത്. എന്താടി നീ വരുന്ന വഴിയിൽ ബ്യൂട്ടി പാർലർ വല്ലതും കയറിയോ? ഞാൻ അവളോട് ചോദിച്ചു. ഇല്ലല്ലോ, എന്താടി? അല്ല, നിന്നെ കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു, അതുകൊണ്ട് ചോദിച്ചതാ. ഒന്ന് പോടി, കളിയാക്കാതെ. ഇതൊക്കെ എൻ്റെ ജന്മന മുതലേ ഉള്ള സൗന്ദര്യമാ മോളെ, അസൂയപ്പെട്ടിട്ട് ഒരു കാര്യവുമില്ല. കണ്ടാലും പറയും. അതെ, ആ മുഖത്തുള്ള പൗഡർ കുറച്ച് തുടച്ചേക്ക്, അല്ലെങ്കിൽ ചതിക്കാതെ ചന്തൂലെ സലിംകുമാറിനെ ഓർമ്മ വരും. ഒന്ന് പോടി, കളിയാക്കാതെ. അല്ല, നമ്മുടെ ചെക്കൻ എവിടെ? ഏ നമ്മുടെ ചെക്കനോ? അതാരാ? ഡി നീ കളിക്കല്ലേ, പറ, മുകളിലാണോ? അതൊക്കെ പറയാം, നീ ആദ്യം കയറി വാടി, ഉമ്മ നിന്നെ കാണണ്ടേ. ഏ അതെന്താടി? ഞാനെന്ത് ചെയ്തു നിൻ്റെ അമ്മായിയമ്മേ? എടി ലെഗ് പീസ്, അത് ഓർമ്മയില്ലേ നിനക്ക്? നീ മറന്നു? അയ്യോ, അതത്തള്ള മറന്നില്ലേടി? ഇല്ല മോളെ, അതിൻ്റെ പേരിൽ കുറച്ച് മുമ്പ് ഇവിടെ ഒരു കലഹം നടന്നു. ആര്? ഉമ്മയും ഉപ്പയോ? അതേ മോളെ, ഉമ്മ ഇപ്പോൾ ഉപ്പയെ ഓടിച്ചിട്ടേ ഉള്ളൂ. നീ വരുമ്പോൾ കണ്ടില്ലേ ഉപ്പ ഓടുന്നത്? ഏയ് ഞാനൊന്നും കണ്ടില്ല. എന്നിട്ട് ഉമ്മ എവിടെയടി? ഉമ്മ റൂമിലുണ്ട്, നീ വാ. ഞാൻ അവളെയും വിളിച്ച് എൻ്റെ റൂമിലേക്ക് കൊണ്ടുപോയി. എന്തിനാടി എന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നത്? നമുക്ക് മേലേക്ക് പോയി നോക്കാം, നീ വാ, അവൾ പറഞ്ഞു. ഓഫ് എടി, ഒന്ന് മിണ്ടാതിരിക്ക്. ഇവിടെ നടന്നത് വല്ലതും നീ അറിഞ്ഞോ? ആദ്യം അതൊന്ന് കേക്ക്, അതിന് ഒരു ഐഡിയ പറഞ്ഞു തന്നിട്ട് നീ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എനിക്ക് ഒരു കുഴപ്പമില്ല. എന്താടി, എന്താ പ്രശ്നം? ഒന്ന് വേഗം പറഞ്ഞു തുലയ്ക്ക്. എടി, ആ ചെക്കൻ ഫൈസലിനോട് എന്ന് എല്ലാം പറഞ്ഞു തോന്നുന്നു. ഫൈസൽ ഇപ്പോൾ എൻ്റെ പിറകെയാണ്. ഞാനിനി എന്തു ചെയ്യും? ഏ അതപ്പോൾ നീ വിളിച്ചപ്പോൾ അത് പറഞ്ഞില്ലല്ലോ. അത് പറയാൻ നീ സമ്മതിച്ചിട്ട് വേണ്ടേടി. അല്ല, അവനോട് അവൻ പറഞ്ഞെന്ന് നീ എങ്ങനെ അറിഞ്ഞു? അവൻ വല്ലതും നിന്നോട് ചോദിച്ചോ? ഏയ് ഇല്ലടി, അവൻ ചോദിച്ചിട്ടൊന്നുമില്ല. പക്ഷേ അവൻ്റെ മുഖത്തൊരു കള്ളലക്ഷണമുണ്ട്. പിന്നെ ഞാൻ കേട്ടതാ ആ ചെക്കൻ ആരോട് പറയുന്നത്. പക്ഷേ ആരോടാണെന്ന് എനിക്ക് കാണാൻ പറ്റില്ല. ഒരു കാര്യം എനിക്ക് ഉറപ്പാണ്, മിക്കവാറും അത് ഫൈസലിനോട് തന്നെയാ. ഒന്ന് പോടി, അങ്ങനെയൊന്നും ആരും പറയില്ല. നീ ചുമ്മാ പേടിക്കണ്ട. ഞാനൊന്ന് പോയി നൈസായിട്ട് തിരക്കിയിട്ട് വരാം, നീ ഇവിടെ നിന്നോ, അവൾ പറഞ്ഞു. അയ്യടി, നിൻ്റെ ഉദ്ദേശം കൊള്ളാലോ. നീ ഒറ്റയ്ക്ക് പോകണ്ട, ഞാനും കൂടി വരാം. ഓഫ്, എന്നാ വാ, നമുക്ക് ഒരുമിച്ച് പോകാം. അവൾ പറഞ്ഞത് കേട്ട് ഞാനും അവളും മുകളിലേക്ക് നടന്നു. നേരെ ചെന്നത് അവൻ്റെ മുന്നിലേക്ക് തന്നെ. ഷംനയെ കണ്ടതും അവൻ വായിലെ വെള്ളമിറക്കി അന്താളിച്ച് നിന്നുപോയി. എനിക്കാണെങ്കിൽ അവനെ കണ്ടപ്പോൾ തന്നെ മുഖത്തേക്ക് പോലും നോക്കാൻ തോന്നിയില്ല. ഞങ്ങളെ രണ്ടുപേരെയും അവൻ മാറി മാറി നോക്കിയിട്ട് അവന് മതിയാവുന്നില്ല. അവൻ്റെ നോട്ടം മതിയാക്കാൻ വേണ്ടി ഞാൻ ചുമ്മാ അവനോട് ചോദിച്ചു,
ഫൈസൽ വന്നില്ലേ? അത് കേട്ടതും അവൻ സ്വഭാവത്തിലേക്ക് തിരിച്ചു വന്ന് പറഞ്ഞു, ഏയ് എത്തിയിട്ടില്ല. ഇതാരാ, കൂട്ടുകാരിയാണോ? ഷംനയെ നോക്കി അവൻ എന്നോട് ചോദിച്ചു. ആ, എൻ്റെ കൂട്ടുകാരിയാ. നിനക്കതെങ്ങനെ മനസ്സിലായി? ഞാൻ അവനോട് ചോദിച്ചു. അത് പിന്നെ നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് എനിക്കറിയാമല്ലോ, അപ്പോൾ പിന്നെ കൂട്ടുകാർ തന്നെയാകുമെന്ന് ഞാൻ കരുതി. അത് കേട്ടതും അതുവരെ നിന്ന ഷംനയുടെ നിൽപ്പും ഭാവവും ആകെ മാറി. അവനൊന്ന് എറിഞ്ഞതാണെന്ന് എനിക്ക് മനസ്സിലായെങ്കിലും ആ പൊട്ടത്തിക്ക് അത് മനസ്സിലായിട്ടില്ല. എന്താ നിന്റെ പേര്? ഷംന അവനോട് ചോദിച്ചു. ജാബിർ. നിങ്ങളുടെ പേരെന്താ? അവൻ ഷംനയോട് ചോദിച്ചു. അവർ പരസ്പരം പരിചയപ്പെടാൻ തുടങ്ങിയപ്പോൾ ഞാൻ വെറും നോക്കുകുത്തിയായി നിന്നു. പക്ഷേ അവൻ ഓരോ സംസാരത്തിനിടയിലും എന്നെയും നോക്കുന്നുണ്ടായിരുന്നു. അവരുടെ സംസാരം എനിക്ക് തീരെ ദഹിച്ചില്ല. മിക്കവാറും അവൾ അവനെ വളച്ചെടുക്കുമെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അവളെ ഒന്ന് തട്ടി. ഞാൻ അടുത്ത് നിൽക്കുന്നുണ്ടെന്ന് പോലും അവൾ മറന്നിരിക്കുന്നു. അവൾ എന്നെയൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല. കുട്ടി എഴുന്നേറ്റെന്ന് തോന്നുന്നു. വാ പോകാം. ഞാൻ അവളുടെ കയ്യും പിടിച്ച് താഴേക്ക് വലിച്ചുകൊണ്ട് പോയി. ഡി, നീ പോയി നോക്ക്, ഞാൻ പിന്നെ വരാം. താഴേക്ക് വരാൻ ഒട്ടും താല്പര്യമില്ലാതെ അവൾ എന്നോട് പറഞ്ഞു. മതി നീ ഉണ്ടാക്കിയത്. നിന്റെ സംസാരം കണ്ടിട്ട് ഇന്ന് തന്നെ വിളിച്ച് കയറ്റുമെന്ന് തോന്നുന്നുണ്ടല്ലോ. എടി മോളെ, ഒന്ന് കേക്ക്. അവൻ ആൾ കൊള്ളാം. ഞാനന്ന് സെറ്റാക്കട്ടെ, നീ പൊക്കോ. താഴേക്കുള്ള സ്റ്റെപ്പിൽ നിന്നുകൊണ്ട് അവൾ എന്നോട് പറഞ്ഞു. എനിക്കാണെങ്കിൽ അവനെ അവൾക്ക് വിട്ടുകൊടുക്കാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു. എൻ്റെ മനസ്സിൽ അടങ്ങിക്കിടന്ന ചില മോഹങ്ങൾ എന്നെയും തട്ടി വിളിക്കുന്നുണ്ടായിരുന്നു. അവളെ എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും പിന്തിരിപ്പിക്കണം. ഞാൻ അവളെ കയ്യും പിടിച്ച് താഴേക്ക് വലിച്ചു. ഷംനിത്ത എപ്പോൾ വന്നു? അനിയൻ ഫൈസൽ സ്റ്റെപ്പിൻ്റെ അടിയിൽ നിന്നും മേലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. ഫൈസൽ വന്നതറിഞ്ഞ് ഞാൻ വേഗം അവളുടെ കൈ വിട്ടു. ഷംനയെ ഫൈസൽ നേരത്തെ അറിയാമെങ്കിലും അവൻ കൂടുതലൊന്നും അവനോട് സംസാരിക്കാറില്ല. പക്ഷെ ഇന്നെന്തോ അവൻ്റെ മുഖത്ത് ഒരു പ്രത്യേക തിളക്കം ഞാൻ കണ്ടു. ഞങ്ങൾ രണ്ടുപേരും സ്റ്റെപ്പ് ഇറങ്ങി വന്ന് അവനോട് വിശേഷങ്ങളെല്ലാം തിരക്കി. ഷംനയ്ക്കാണെങ്കിൽ ആണുങ്ങളായാൽ മതി, അവിടെ നിന്നോളും. ഷംനയോട് സംസാരിച്ച് നിൽക്കുമ്പോൾ ഫൈസൽ എന്നെ അകത്തേക്ക് വിളിച്ചു. എന്താണെന്നറിയാൻ ഞാൻ അവൻ്റെ കൂടെ റൂമിലേക്ക് നടന്നു. എത്താ, ചായ കൊടുക്കണ്ടേ? കടിവെള്ളതുമുണ്ടോ ഇവിടെ? റൂമിൽ കയറി അവൻ എന്നോട് ചോദിച്ചു. നേന്ത്ര ചിപ്സ് ഇരിക്കുന്നുണ്ട്, അത് കൊടുക്കാടാ, ഞാൻ അവനോട് പറഞ്ഞു. ചിപ്സോ? അത് മതിയോ? വേണമെങ്കിൽ ഞാൻ പോയി നല്ല ബർഗറോ സാൻഡ്വിച്ചോ വാങ്ങിയിട്ട് വരാം. ഏയ് അതൊന്നും വേണ്ട, അവളിപ്പോൾ തന്നെ പോകും. നീ വെറുതെ ഇപ്പോൾ പോകണ്ട. വേണ്ട, ഞാൻ പോയിട്ട് വരാം. കുറേ കാലത്തിന് ശേഷം വന്നതല്ലേ. അതും പറഞ്ഞ് അവൻ കടയിലേക്ക് പോയി. ഞാൻ അവളുടെ അടുത്തേക്ക് ചെന്നതും അവൾ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് ചോദിച്ചു. എന്താടി, അനിയഞ്ചക്കൻ പണി തുടങ്ങിയോ? എന്തിനാ അവൻ നിന്നെയും കൂട്ടി അകത്തേക്ക് പോയത്? ഒന്ന് പോടി. അവൻ നിനക്ക് കഴിക്കാൻ എന്താ വേണ്ടെന്ന് ചോദിക്കാൻ വിളിച്ചതാ, അല്ലാതെ നീ വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല. ഓ, ഇപ്പോൾ അങ്ങനെയായോ? ഇത്രയും നേരം നീയല്ലേ പറഞ്ഞത് അവനെന്തോ ഉദ്ദേശമുണ്ടെന്നും? അതൊക്കെ ഇപ്പോൾ മാറിയോ മോളെ? ഒന്നും മാറിയിട്ടില്ല, കൂടിയിട്ടേ ഉള്ളൂ. നിനക്കറിയോ, മുമ്പ് ഇതുപോലെ ആരെങ്കിലും വന്നാൽ തിരിഞ്ഞു പോലും നോക്കാറില്ല. അവനെ ഇപ്പോൾ കണ്ടില്ലേ, ബർഗർ വേണോ സാൻഡ്വിച്ച് വേണോ എന്ന്. എടി, അതവൻ ഞാനായതുകൊണ്ടാണ്. എന്നെ കണ്ട ആർക്കാടി മേടിച്ച് തരാൻ തോന്നാത്തത്? നീ പോയി എനിക്കുള്ള ചായ ഉണ്ടാക്ക്, അപ്പോഴേക്കും ഞാനൊന്ന് മുകളിൽ പോയിട്ട് വരാം, അവൾ പറഞ്ഞു. ഡി നിക്കടി, പിന്നെ പോകാം മേളിലേക്ക്. ആദ്യം എൻ്റെ കാര്യങ്ങൾ ഒന്ന് സോൾവാക്കി താ. അതിനാ പറഞ്ഞത് ഞാനൊന്ന് പോയി അവനോട് സംസാരിച്ച് നോക്കട്ടെ എന്ന്. എന്നിട്ട് നമുക്ക് വേണ്ടതുപോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാടി. അതിന് നീ എന്ത് സംസാരിക്കാനാ? അവൻ ഫൈസലിനോട് എല്ലാം പറഞ്ഞെന്ന് എനിക്കുറപ്പുണ്ട്. അതുകൊണ്ടാണ് അവൻ ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. ഞാൻ പിന്നെ എന്തിനാ വന്നത്? നിന്നെ നോക്കി ഇരിക്കാനോ? നീ ആണെങ്കിൽ ഒന്നിനും സഹകരിക്കുന്നുമില്ല. എന്താ നീ പറഞ്ഞത്? അല്ല പിന്നെ, അങ്ങേരാണെങ്കിൽ കിടപ്പിലും അവളാണെങ്കിൽ വീട്ടിലും പോയി. ഒന്ന് ഇളക്കി വിടാമെന്ന് വെച്ചാൽ നീ അതിനും സമ്മതിക്കുന്നില്ല. ഓ, അപ്പോൾ അതിനാണല്ലേ നീ ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം? കൊള്ളാം, എനിക്കറിയായിരുന്നു നീ അതിനു വേണ്ടിയാണ് ഇങ്ങോട്ട് ഓടി വന്നതെന്ന്. ഓഫ്, നീ കളിയാക്കണ്ട. നിനക്ക് ഭയങ്കര ജാടയല്ലേ? നിനക്കൊക്കെ അവന്മാരെയല്ലേ പറ്റൂ. നിന്ന് മുഴുങ്ങാതെ ഇങ്ങോട്ട് വാടി. അവളെയും കൂട്ടി ഞാൻ റൂമിലേക്ക് പോയി.
അവനിൽ നിന്നും എങ്ങനെയെങ്കിലും ഇവളുടെ ശ്രദ്ധ മാറ്റാനായിരുന്നു എൻ്റെ പ്ലാൻ. ഞാൻ കുറച്ചു നേരം കുട്ടിയെപ്പറ്റി ഓരോന്ന് പറഞ്ഞ് ശ്രദ്ധ മാറ്റാൻ നോക്കിയെങ്കിലും അവൾക്ക് അതൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. അവളുടെ അപ്പോഴത്തെ ഊഴം ഞാനായിരുന്നു. കുറേ കാലമായി അവളെന്നെ നോട്ടമിടാൻ തുടങ്ങിയിട്ട്. അല്ലടി, എവിടെ നിന്റെ സാധനങ്ങളെല്ലാം? ചുറ്റിലും നോക്കി അവൾ എന്നോട് ചോദിച്ചു. എന്ത് സാധനങ്ങൾ? അല്ല, ബെൽറ്റൊക്കെ എവിടെയടി, ഞാനൊന്ന് കാണട്ടെ. ഒന്ന് പോടി, അതിൻ്റെ പേരില ഇത്രയും പ്രശ്നങ്ങളൊക്കെ. അതൊക്കെ ഞാൻ മാറ്റി വെച്ചു. എടുക്കടി, ഞാനൊന്ന് കാണട്ടെ. ഞാൻ ഇതുവരെ അതൊന്നും കണ്ടിട്ടില്ല. ഒന്ന് കാണട്ടെടി. ആദ്യം മടി കാണിച്ചെങ്കിലും അവളുടെ ശ്രദ്ധ മാറ്റാൻ ഇത് നല്ലൊരു ഐഡിയ ആണെന്ന് എനിക്ക് തോന്നി. കോളേജിൽ പഠിക്കുന്ന കാലത്ത് സകല ഉടായ്പകളും കാണിക്കുന്ന എൻ്റെ കൂടെ ഉണ്ടായിരുന്ന അവൾക്ക് ഞാൻ എല്ലാം കാണിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അലമാര തുറന്ന് ഓരോന്നായി എടുത്ത് അവൾക്ക് ഞാൻ കൊടുത്തു. ഡി, ഇതൊക്കെ എന്താ? ഊഫ്, നിന്നെ സമ്മതിക്കണം. കണ്ടാൽ ഒന്നും അറിയാത്തൊരു പാവം പെണ്ണ്. അല്ലടി, ഇത് വെച്ച് എങ്ങനെയാ, വേദനയ്ക്കില്ലേ? നല്ല വേദനയാ, പക്ഷേ അതൊരു രസമല്ലേ? മനസ്സിലായി. അല്ല, ഈ ഡ്രസ്സൊക്കെ എവിടെ നിന്ന് ഒപ്പിച്ചു? ഞാനിത് ചില സിനിമയിലേ കണ്ടിട്ടുള്ളൂ, അവൾ പറഞ്ഞു. ഒന്ന് പോടി, ശവത്തിൽ കുത്താതെ. ഞാനെന്ത് കുത്താൻ? കുത്താനുള്ളതെല്ലാം കഴിഞ്ഞില്ലേ? എന്തായാലും നിനക്കിത് ചേരും. നീ ഇതൊന്ന് ഇട്ടേ, ഞാനത് നോക്കട്ടെ, അവൾ പറഞ്ഞു. ഒന്ന് പോടി, നീ എന്തായി പറയുന്നേ? ചുമ്മാ ഒന്ന് ഇടടി, എനിക്കൊന്ന് കാണാനാ. കൊള്ളാമെങ്കിൽ എനിക്കൊന്ന് വാങ്ങാലോ, നീ ഇട്. ഡി, നീ എന്തായി പറയുന്നേ? കുട്ടി കിടക്കുന്നത് നീ കണ്ടില്ലേ? അതിന് അവൾ ഉറങ്ങല്ലേ? നല്ല ഡ്രസ്സ്, നല്ല കളറ്. നീ ഒന്ന് മാറ്റ്, നോക്കട്ടെ. മുകളിലുള്ള ജാബറിൻ്റെ കാര്യം അവളപ്പോൾ മറന്നിരുന്നു. അവൻ ജോലി കഴിഞ്ഞ് പോവോളം അവളെ ഞാൻ പുറത്തിറക്കാതെ റൂമിലിരുത്താൻ തീരുമാനിച്ചു. പക്ഷേ അവളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് എനിക്കറിയായിരുന്നു. പക്ഷെ അതിന് വഴങ്ങാതെ എനിക്ക് വേറെ വഴിയില്ലായിരുന്നു. എന്തായാലും കൂടുതൽ സമയമില്ലല്ലോ. ഫൈസൽ ഇപ്പോൾ ബർഗറുമായി വരും. അതുവരെ ഇവളെ പൂട്ടാൻ ഞാൻ ഉറപ്പിച്ചു. കഥ കടച്ച് ഞാൻ അവൾക്ക് ആ ഡ്രസ്സിട്ട് കാണിച്ചു. ഓ, എൻ്റെ മോളെ, എന്താ ലുക്ക്! നീ പൊളിയാണ്. സിനിമ നടിമാർ പോലും നിൻ്റെ മുന്നിൽ തോറ്റുപോകും. ഓ പിന്നെ ഏത്, ഈ മദാമകൾ ബീച്ചിടുന്ന ഡ്രസ്സ് കണ്ടിട്ടോ? ഒന്ന് പോടി കളിയാക്കാതെ. അത് മദാമകൾ, ഇത് നീ നല്ല മലയാളി താത്ത. അവരെപ്പോലെ കാറ്റില്ലത്തെ ബലൂൺ പോലെയാണോ നിൻ്റെ എല്ലാം? ചക്കയല്ലേ, നല്ല വരിക്ക ചക്ക. ഒന്ന് പോടി, കളിയാക്കാതെ. നിനക്കുണ്ടല്ലോ ആവശ്യത്തിൽ കൂടുതൽ. അപ്പോൾ അതോ? അതൊക്കെ ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാ. നിന്നെപ്പോലെ വടി കൊടുത്ത് അടി മേടിച്ചതല്ല. പിന്നെ ഇതും കൂടി ഒന്നിട്ടെ, ഞാനൊന്ന് കാണട്ടെ. വിലങ്ങുമായി അവൾ എൻ്റെ അടുത്തേക്ക് വന്നു. ഒന്ന് പോടി, ഉമ്മ വല്ലതും വരും. അതൊക്കെ ഞാൻ പിന്നീട് കാണിച്ചു തരാം. അല്ലടി, ഇതിൻ്റെ ചാവി എവിടെ? ആ കവറിലുണ്ട്. ഇപ്പോൾ എടുക്കണ്ട, ഞാൻ പിന്നെ കാണിക്കാം. ഞാനത് പറഞ്ഞു തീരും മുമ്പേ ഷംനയുടെ ഫോൺ റിങ് ചെയ്യാൻ തുടങ്ങി. മേശയിൽ വെച്ച ബാഗിൽ നിന്നും ഷംന ഫോണെടുത്ത് നോക്കിയപ്പോൾ അവളുടെ കെട്ടിയനാണ് അവളെ വിളിക്കുന്നത്. ഡി, നീ ഇതെവിടെയാ? ഇങ്ങോട്ട് വരുന്നില്ലേ? അപ്പുറത്തു നിന്നും കെട്ടിയോൻ അവളോട് ചോദിച്ചു. ഇല്ലിക്ക, ഞാൻ പറഞ്ഞില്ലേ, ഇവൾക്കിവിടെ തീരെ സുഖമില്ല. ഹോസ്പിറ്റലിൽ ഞാനും കൂടെ പോവാ. ആണോ? ഇനിയിപ്പോൾ എന്തു ചെയ്യും? ഞാനും കൂടി പോട്ടെ. ഇവിടെ ഉമ്മാക്കും തീരെ വയ്യ. ഞാൻ ചിലപ്പോൾ ഇന്ന് വരില്ല. ഇക്ക ഉമ്മയോട് പറഞ്ഞേക്ക്. ആടി, ഞാൻ പറഞ്ഞേക്കാം. എന്നാ വെച്ചോ, ഞാൻ പിന്നെ അങ്ങോട്ട് വിളിക്കാം. അവൾ അതും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു. ഡി, നീ എന്തും പറഞ്ഞാ ഇങ്ങോട്ട് വന്നത്? ഞാൻ അവളോട് ചോദിച്ചു. നീയേ ബാത്റൂമിൽ വീണെന്ന് അവൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ നീ ഇന്ന് പോകുന്നില്ലേ? ഇല്ലല്ലോ. ഇല്ലേ? ആന്നേ. അപ്പോൾ ഇതിൻ്റെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുതേ. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് പറയണേ. പിന്നെ ഇതുപോലുള്ള കഥകൾ ഫുൾ ഓപ്പണായിട്ട് കേൾക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അടിയിൽ കമൻറ്റ് ബോക്സിൽ ഞാനൊരു ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. അതിൽ കയറി എനിക്കൊരു മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ പുതിയൊരു കഥയായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാത്തിരിക്കുക.